അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ അൽ അസീസുൽ ഗഫാർ അൽ മുതകബ്ബിറുൽ ജബ്ബാർ ലഹുൽ കിതാബു ഇലൈഹിൽ ഇയാബ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. നമുക്കിന്ന് കഴിഞ്ഞ ആഴ്ചത്തെ പോലെയല്ല, കുറച്ചധികം ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ നമുക്ക് തുടങ്ങാം. ചോദ്യം 1. ഇപ്പോഴും ചില ആളുകൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്പർശിച്ചാൽ ഉളൂ മുറിയും എന്ന നിലപാടിലുണ്ട്. വിശദീകരിക്കാമോ? നമുക്ക് ദീനിലുള്ള കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ എനിക്കറിയുന്ന സംഗതികൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്കറിയാം. ദീനാണെങ്കിൽ അത് അള്ളാഹു പറഞ്ഞിരിക്കും, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടാകും. പിന്നെ നമുക്കത് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, യാഥാർത്ഥ്യം പറയുന്ന വിഷയത്തിൽ അള്ളാഹ്ക്ക് ഒരു മടിയില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ ഈ റമളാനുമായി ബന്ധപ്പെട്ട് കിതാബ് സുയാം എന്ന അധ്യായം ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെയും കാണും. ആ അധ്യായങ്ങളിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഉൾപ്പെടെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുത്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ ഭാര്യമാരെ തൊടാറുണ്ടായിരുന്നു എന്നും നോമ്പുകാരനായിരിക്കെ പോലും ഭാര്യമാരിൽ ചിലരെ ചുംബിക്കാറുണ്ടായിരുന്നു എന്ന് വരെ ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്ത വചനങ്ങളിൽ കാണാം. രാത്രി നമസ്കരിക്കുന്ന സമയങ്ങളിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കരിക്കുമ്പോൾ ഞാൻ വിലങ്ങടിച്ച് കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നമസ്കരിക്കുന്നുണ്ട്. അപ്പൊ സുജൂദിലേക്ക് പോയപ്പോൾ, നബി സുജൂദിലേക്ക് വന്നപ്പോൾ എൻ്റെ കാലിനൊരു നുള്ളൽ നുള്ളി. ഞാൻ കാലാട്ട് വലിച്ചു വെച്ച് നബി നിസ്കരിക്കുകയും ചെയ്തു. ഈ നുള്ളല് തൊടലിൽ പെടുമെങ്കിൽ, ഈ നുള്ളല് സ്പർശനത്തിൽ പെടുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുകയായിരുന്നു. സുജൂദ് ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൊടാൻ നമുക്ക് പറ്റൂല എന്നാണ് അഭിപ്രായമെങ്കിൽ അതിന് നമുക്ക് മറുപടിയില്ല. ഏതായാലും ശാഫിഈ മദ്ഹബിലല്ലാത്ത എല്ലാ മദ്ഹബുകളും ഉൾപ്പെടെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്പർശിച്ചാൽ ഉളൂ മുറിയില്ല എന്ന അഭിപ്രായക്കാരാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ച സഹോദരൻ പ്രത്യേകം മനസ്സിലാക്കുക, നമ്മുടെ ശാഫി മദ്ഹബുകാർ ഉംറക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ടൊരു കണ്ടം ചാടലുണ്ട്, ഉണ്ടല്ലോ അല്ലേ? ഒരു മദ്ഹബ് മാറ്റം. എവിടുക്ക മാറുക? അവര് ഹനഫി മദ്ഹബിലേക്ക് മാറും, അല്ലേ ബഷീർക്ക? ആ മാറും. അപ്പൊ എന്താ മാറണമെന്ന് ചോദിച്ചാൽ, ഷാഫി മദ്ഹബ് അനുസരിച്ച് സ്വന്തം ഭാര്യയെ തൊട്ടാലും ഭർത്താവിനെ തൊട്ടാലും ഉളൂ മുറിയും. അങ്ങനെ പോയാൽ അവിടുന്ന് അങ്ങോട്ട് ഭാര്യനെ കൊണ്ടുവരാൻ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. 10-30 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഹജ്ജ് വേളയിലൊക്കെ കൈ വിട്ടാൽ പിന്നെ തിരിച്ച് കിട്ടണം എന്നില്ല. ഈ മദ്ഹബ് വെച്ചിട്ട് ഇതൊട്ട് നടക്കൂല. തവാഫ് ചെയ്യണമെങ്കിൽ ഉളൂ നിർബന്ധമാണ് എന്നുണ്ട്. അപ്പൊ സൽക്കാരം നമ്മൾ എന്ത് ചെയ്യും? മദ്ഹബാൻ മാറും. എന്നിട്ട് ഹനഫി മദ്ഹബിലേക്ക് പോകും. അവിടെ ആരാന്റെ പെണ്ണുങ്ങളെ തൊട്ടാലും ഉളൂ മുറിയൂല. ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കണുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും ഉണ്ട്. അപ്പൊ ഭാര്യയെ തൊട്ടാൽ ഉളൂ മുറിയുമെങ്കിൽ അവിടെ നിന്ന് മാത്രം മുറിയൂല എന്നതിന് വേറെ തെളിവ് വേണ്ടേ? അവിടെ നിന്നല്ല ഇവിടുന്ന് മുറിയാന്നുള്ളതിന് തെളിവ് വേണ്ട. തെളിവുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ മദ്ഹബ് അംഗീകരിച്ച് ജീവിക്കുള്ളൂ, എൻ്റെ മദ്ഹബിലെ പണ്ഡിതന്മാർ എന്താണോ പറയുന്നത് അതേ ഞാൻ അനുസരിക്കുകയുള്ളൂ എന്ന് വാശിയുള്ള കുറെ ഉസ്താദന്മാർ. ആ ഉസ്താദന്മാരെ അന്ധമായി പിൻപറ്റുന്ന നമ്മളെ പാവപ്പെട്ട മനുഷ്യന്മാർ. അതാണ് പ്രശ്നം. അതല്ലാതെ ഭാര്യയെ തൊട്ടാൽ ഉളൂ മുറിയില്ല എന്നിടത്ത് ഒരു കൊട്ടക്കണക്കിന് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടത് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഭാര്യമാരും ഭർത്താക്കന്മാരും പരസ്പരം തൊട്ടാൽ ഉളൂ മുറിയുകയില്ല. ഓക്കെ.
രണ്ട്, സക്കാത്ത് കമ്മിറ്റി എന്ന ആശയം നല്ലൊരു സംവിധാനം അല്ലേ? ചില സംഘടനകൾ അതിനെ എതിർക്കുകയും കമ്മിറ്റി ഏൽപ്പിച്ചാൽ ബാധ്യത വിടില്ല എന്നും പറയുന്നു. എന്താണ് ഇസ്ലാമിക വിധി? അതിൻ്റെ ഇസ്ലാമിക വിധി നമ്മളിവിടെ മെമ്പറിൽ വിശദമായി ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ? ഇസ്ലാം അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കെല്ലാം നേതൃത്വവും അനുയായികളും എന്ന ഒരു സംഘടനാ സംവിധാനം വെച്ചിട്ടുണ്ട്. സംഘടന എന്ന് പറയുമ്പോൾ KNM എന്നുള്ള സംഘടന കണക്കൂട്ടുണ്ട്. ഒരു സംഘടിത സംവിധാനം ഇസ്ലാം തീരുമാനിച്ചിട്ടുണ്ട്. സക്കാത്തുൽ ഫിത്തറിന് വരെ അങ്ങനെ ഒരു സംഘടിത സംവിധാനം ഇസ്ലാം കണ്ടിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. ആ സംഘടിത സംവിധാനത്തിനപ്പുറത്ത് ഒറ്റയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കണമെങ്കിൽ ഒരു 20 വർഷത്തിന് മുമ്പുള്ള റമദാനുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഒരു സപ്ലിമെന്റ് ചന്ദ്രികയുടെ, എൻ്റെ അടുത്ത് എൻ്റെ പേപ്പർ കട്ടിങ് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നരുത്, അതിൽ നാസർ ഫൈസി കൂടത്തായി എന്ന സമസ്ത EK വിഭാഗത്തിന്റെ പണ്ഡിതൻ അന്ന് എഴുതിയ ഒരു ലേഖനം, സക്കാത്ത് മുജാഹിദ് സംഘടനകൾ നടപ്പാക്കുന്ന രീതിയിലാണ് അതിൻ്റെ യഥാർത്ഥ ഇസ്ലാമിക രീതി. അതുകൊണ്ടാണ് നാട്ടിലെ മുസ്ലിം സമുദായത്തിനിടയിലെ പട്ടിണിയും കഷ്ടപ്പാടും മാറ്റാൻ കഴിയുക. തന്നിഷ്ടപ്രകാരം ഓരോരുത്തരും അവനും ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കുക എന്നതല്ല അതിൻ്റെ ശരിയായ രീതി എന്ന് അദ്ദേഹം വരെ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു കുഴപ്പമുള്ളത്, ഒരു സത്യം തുറന്നെഴുതിയാൽ 3-ാമത്തെ ദിവസം അതിൽ ഒരു വാക്കുപിഴവാണ്, അല്ലെങ്കിൽ അത് പത്രക്കാര് ദുർവ്യാഖ്യാനിച്ചതാണെന്നൊക്കെ പറഞ്ഞ് തിരുത്തേണ്ടി വരുന്ന ഒരു ഗതികേട് അവർക്കുണ്ട്. ഖുർആനും സുന്നത്തിനേക്കാൾ അപ്പുറത്ത് വേറെന്തൊക്കെയോ ആണ് അവരുടെ താല്പര്യം എന്നതുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും സ്വഹാബത്ത് ശീലിച്ചതും കാലങ്ങളായി സലഫുകൾ തുടർന്നു വരുന്നതുമായ രീതി ഈ സംഘടിത സംവിധാനമാണ്. ഒരു സംവിധാനം ഉണ്ടാവുക, അവരെ ഏൽപ്പിക്കുക, അവരത് അർഹരെ കണ്ടെത്തി അർഹതപ്പെട്ടവർക്ക് ആവശ്യമായ തോതിൽ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് വിതരണം ചെയ്യുക എന്നതാണ് അതിൻ്റെ ശരിയായ രീതി. ചോദ്യം 3, അവ്യക്തതകൾ ഈ പറയണം ഇല്ലല്ലോ. 3, ലോട്ടറി ടിക്കറ്റ് ഇപ്പോൾ വ്യാപകമാണ്. നല്ല നല്ല മനുഷ്യർ വരെ ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് കാണാം. അവരുടെ ന്യായം, പള്ളികളുടെ കുറി, ചില ജ്വല്ലറികൾ നടത്തുന്ന സ്വർണ്ണക്കുറി, ഇതൊക്കെ അനുവദനീയമാണെങ്കിൽ ലോട്ടറിയും തെറ്റില്ല എന്നാണ്. ലോട്ടറി ഹറാമല്ലേ? ലോട്ടറി ഹറാമാണ്. ലോട്ടറി ഹറാമാണ്. അതിന് സൂറത്ത് മാഇദയാണ് തെളിവ്. ഹുർരിമത്ത് അലൈക്കുമുൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്ത്. അതിൽ അസ്ലാം എന്നതിന് നറുക്കെടുക്കുക എന്നാണ് അർത്ഥം. എന്തിന്? ഭാഗ്യശാലിയെ കണ്ടെത്താനുള്ള നറുക്കെടുപ്പിന. അതിൽ നിന്ന് പള്ളിക്കുറി വ്യത്യാസമാകുന്നത്. അവിടെ ഭാഗ്യശാലിയെ കണ്ടെത്തുന്ന പരിപാടിയില്ല. ഉണ്ടോ? ഇവിടെ കുറി നടത്തുന്ന ആൾക്കാരില്ലേ? നിങ്ങൾ ഏതെങ്കിലും കമ്മിറ്റിയിൽ അങ്ങനെ ഭാഗ്യക്കുറിയൊക്കെ ഉണ്ടോ? ഇല്ല. അത് ഒരു സംഘം ആളുകൾ കൂടിയിട്ട് പള്ളിക്ക് നടത്തിക്കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തിൽ മാസത്തിൽ ഒരു നിശ്ചിത തുക തവണയായി നിശ്ചയിക്കുന്നു. അത് മാസവും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ പേര് നറുക്കെടുത്താൽ കിട്ടുന്നു. അയാൾക്ക് ആ മൊത്തം സംഖ്യ കൊടുക്കുന്നു. അയാൾ വാങ്ങിയ അത്രയും തുക നയാ പൈസ ബാക്കിയില്ലാതെ അയാൾ പള്ളിയിലേക്ക് തിരിച്ചടക്കുകയും എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിന് കുറി വെച്ചാൽ അയാൾക്ക് ചിലപ്പോൾ ആദ്യത്തെ നറുക്ക് കിട്ടി എന്ന് വരാം. അയാൾ 10 ലക്ഷവും ഇവിടെ മാസവും അടച്ചേ മതിയാവൂ. അതിൽ ഭാഗ്യമില്ല. അതിൽ നറുക്കെടുപ്പ് എന്നത് ഇതിൽ നിന്ന് ഒരാൾക്ക് ഇത് കൊടുക്കണം, അതിന് കണ്ടെത്തുകയാണ്. അത് ഞങ്ങൾക്ക് മറ്റുള്ള മെമ്പർമാർക്ക് എല്ലാവർക്കും പൂർണ്ണ തൃപ്തിയുമായിരിക്കും. അതേസമയത്ത് ലോട്ടറി അങ്ങനെയല്ല. 100 രൂപക്ക് 500 രൂപക്ക് ടിക്കറ്റ് എടുക്കുന്നു. എല്ലാവരും ആഗ്രഹം എന്താ? അത് എനിക്ക് കിട്ടണതാണ്, പെട്ടെന്ന് എനിക്ക് മുതലാളിയാവും. ഇങ്ങനെ തന്നെയല്ലേ? കിട്ടിയാൽ പിന്നെ അടക്കം വേണ്ട. എന്നിട്ട് ഒരാൾക്ക് കിട്ടിയാൽ പിന്നെ കോടതിയിൽ ഏതോ ഒരു ബമ്പർ പ്രൈസ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കേസ് കൊടുത്ത് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. ഏതോ ഒരു ബമ്പർ 25 കോടിയോ മറ്റോ ബമ്പർ അയാൾക്ക് കൊടുക്കരുത്, ടിക്കറ്റിന്റെ ഉടമസ്ഥൻ അയാളല്ലാതെ നമ്മൾ ഹൈക്കോടതിയിൽ കേസ് കിടക്കപ്പോൾ ലോട്ടറി ടിക്കറ്റും പള്ളിക്കുറികളും തമ്മിൽ വ്യത്യസ്തമാണ്. പള്ളി നടത്തിക്കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തിന് സാമ്പത്തിക വരുമാനം കണ്ടെത്തുക എന്നത് മാത്രമാണ് പള്ളിക്കുറികളുടെ ലക്ഷ്യം. അങ്ങനെയല്ല എങ്കിൽ അത് ഈ പറഞ്ഞ ഹറാമിന്റെ പരിധിയിലാണ് പെടുകയും ചെയ്യുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ ഉൾപ്പെടെയുള്ള കുറികളെല്ലാം പള്ളികൾ നടത്തുന്നത് ഇതേ രീതിയിലാണ്.
ഞാൻ 2-3 പള്ളികളിൽ കുറി ചേർന്നിട്ടുണ്ട്. അവിടെ പൈസ എനിക്ക് ഒന്നിപ്പോൾ കഴിഞ്ഞ മാസമാണ് കിട്ടിയത്. അതിന്റെ സംഖ്യ മുഴുവനും അടക്കണം, ഫുള്ളായിട്ട് അടക്കണം. ഇവിടെ ഞാൻ കുറി ചേർന്നിട്ടുണ്ട്, അത് ഫുള്ളായിട്ട് അടയ്ക്കണം. കിട്ടണത് എന്നോ എന്ന് അള്ളാഹു ആയാലും കിട്ടിയ ആർക്കും അത് ഇന്നെ കിട്ടണമെന്ന് താല്പര്യമില്ല. എനിക്കത് എടുത്ത് ഇതൊന്നും ചോദിക്കണത് ഞാൻ കേട്ടില്ല. അപ്പൊ പള്ളിയും ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതില്ല. ജ്വല്ലറികൾ കുറിവെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അറിയാത്തൊരു സംഗതി നമ്മൾ പറയാന്ന് പറഞ്ഞാൽ മോശമല്ലേ? ജ്വല്ലറികൾ കുറിവെക്കാറുണ്ടോ എന്നെനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുമില്ല, ഞാൻ അതൊട്ട് ചേർന്നിട്ടുമില്ല. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ വന്നപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി. എന്തോ അവ്യക്തത ഉണ്ടെന്ന് എനിക്ക് തോന്നി. എന്തായാലും അത് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നമ്മുടെ സുഹൃത്തുക്കളിൽ കുറച്ച് ആളുകൾ ജ്വല്ലേഴ്സ് ഉണ്ട്, അവരോടൊന്ന് ചോദിച്ചിട്ട് അതിൻ്റെ നിലപാട് എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്കതുമായി സംസാരിക്കാം. അതിനിപ്പുറം അത് തെറ്റാണെന്ന് പറയാനും അത് ശരിയാണെന്ന് പറയാനും ഇപ്പോൾ എനിക്ക് അറിവില്ല. 4, വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കലാണോ അതോ മനഃപ്പാടമാക്കലാണോ ഉത്തമം? നമസ്കാരത്തിൽ ഖുർആൻ നോക്കി ഇമാമിന് ഓതാം. ഒന്നാമത്തെ ചോദ്യമാണ്. 2 ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കലും സുന്നത്താണ്, മഹാപുണ്യമാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കലും മഹാപുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തം തീർത്തിരുന്നതായി ഇമാം ബുഖാരി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനഃപ്പാടമാക്കിയവരായിരുന്നു സ്വഹാബികളിൽ അധികവും എന്നത് ചരിത്രപരമായ വസ്തുതയുമാണ്. രണ്ടിൽ ഏതിനാണ് കൂടുതൽ പുണ്യമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പുണ്യം പറയേണ്ടതുണ്ടോ? പക്ഷെ മനഃപ്പാടമാക്കുക എന്നത് പരലോകത്ത് സ്വർഗലഭ്യതയ്ക്ക്, സ്വർഗത്തിൽ പദവി ഉയരാനുള്ള കാരണമായി കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇഖ്റ മാ ഇൻദക മിനൽ ഖുർആൻ വറത്തിൽ കമാ തുറത്തിൽ ഫിദ് ദുനിയ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തി മഅക് എന്ന് സ്വർഗത്തിലെത്തുന്ന വിശ്വാസിയോട് അള്ളാഹുവിന്റെ മലക്കുകൾ പറയും എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. നീ നിന്റെ മനസ്സിലുള്ള ഖുർആൻ പാരായണം ചെയ്യുക. നാട്ടിൽ വെച്ച് ഓതിയിരുന്നത് പോലെ ഹർഫ് ഒപ്പിച്ച് തജ്വീദ് ഒപ്പിച്ച് പാരായണം ചെയ്തോളൂ. ആ ഓത്തിനനുസരിച്ച് നീ അങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇഖ്റ വർത്തഖി എന്നാണ്. നീ അങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കും. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തി മഅക്, എവിടെ നിന്റെ മനസ്സിൽ ഉള്ള ആയത്ത് അവസാനിക്കുന്നുവോ അവിടെ നിന്റെ വീടുണ്ടാകും. അപ്പൊ മനഃപ്പാടമാക്കുക എന്നത് സ്വർഗത്തിൽ പദവി ഉയരാനുള്ള ഒരു മാർഗവും കൂടിയാണ് എന്ന് പറയാം. ഇന്നത് കൂടുതൽ പുണ്യം, ഇന്നത് കൂടുതൽ കുറവ് എന്ന് പറയാൻ മാത്രമുള്ള അറിവ് എനിക്കില്ല എന്ന് പറയുന്നതായിരിക്കും നല്ല. രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് മെച്ചം എന്ന് പറയുമ്പോൾ മറ്റതിനെ ഇകഴ്ത്തലാവുമല്ലോ. അതിനേതായാലും ഞാനില്ല. നമസ്കാരത്തിൽ ഖുർആൻ നോക്കി ഇമാമിന് ഓതാമോ? ഓതാം. പക്ഷെ അതൊരു സുന്നത്തല്ല, അത് പ്രോത്സാഹിപ്പിക്കേണ്ടതുമല്ല. ഞങ്ങൾ ഇമാമുമാരും കൂടി ഇത് നോക്കി ഓതാൻ തുടങ്ങിയാൽ പിന്നെ ധാരാ കാണാതെ പഠിക്കണ്ടാവുക. മാത്രമല്ല, നോക്കി ഓതുന്ന ഇമാമിനും ബാധകല്ലേ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണമെന്ന കൽപ്പന ആണല്ലോ. നമസ്കാരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്, ആത്മാർത്ഥത വേണം, ഏകാഗ്രത വേണം എന്നൊക്കെ പറഞ്ഞത് ഇമാമിനും ബാധകമല്ലേ? അപ്പൊ ആ നോക്കി ഓതുന്നത് കൊണ്ട് ഏകാഗ്രത കിട്ടും പൂർണ്ണാർത്ഥത്തിൽ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അക്ഷരം തെറ്റാതെ, ആയത്ത് തെറ്റാതെ ഓതാം എന്ന പുണ്യമുണ്ട്. അതിനപ്പുറം അത് മനഃപ്പാടം ഓതൽ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെയും മുൻകാല സലഫുകളുടെയും ഒക്കെ രീതി മനഃപ്പാടം ഓതൽ തന്നെയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും നോക്കി ഓതൽ ഹറാമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അത് ജായിസ് ആണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അസ്സലാമു അലൈക്കും. ആദ്യം ഒരു അഭിപ്രായമാണ്. മുൻകാല റമദാനുകളിലും ഈ പള്ളിയിൽ താങ്കളുടെ ചോദ്യോത്തര പരിപാടി ഉണ്ടായിരുന്നു. ഇതെല്ലാം ക്രോഡീകരിച്ചൊരു കൈപ്പുസ്തകമാക്കിയാൽ ഒന്നുകൂടി ഉപകാരപ്പെടില്ലേ? കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നന്നായിരുന്നു. കമ്മിറ്റിക്കാർ കേട്ടല്ലോ അല്ലെ? പ്രത്യേകിച്ച് ബാബു കേട്ടില്ലേ? ബാബുവിന്റെ കയ്യിലാണ് ഈ 10-12 വർഷത്തെ ഈ പരിപാടിയുടെ വീഡിയോസ് സ്റ്റോക്കായിട്ട് ബാബുവിന്റെ ആർക്കൈവ്സിലാണ് ഉണ്ടാവുക. മാത്രമല്ല, അത് വേണം. അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ആളുകൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാനാണല്ലോ താല്പര്യം, അല്ലേ? അത് ഏതായാലും ഇൻഷാല്ലാ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടില്ല. 2, ഈ അടുത്തൊരു പ്രഭാഷണം കേട്ടു. മുൻകാലങ്ങളിൽ ഫർദ് നമസ്കാരം നഷ്ടപ്പെട്ടവർ തറാവീഹ് നിസ്കരിച്ചിട്ട് ഗുണമില്ല എന്നും
ഖളാ വീട്ടിലാണ് ആ സമയം ചെലവഴിക്കേണ്ടത് എന്നും പിന്നെ 2-3 ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. ഖളാ എന്നൊന്ന് ഇസ്ലാമിലുണ്ടോ? ഇല്ല. പിന്നെ ഫർദ് നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാ? ഒരു വിശ്വാസി, മുഅ്മിൻ, മുത്തഖിയായ ഒരു മനുഷ്യൻ, ഇസ്ലാം ഒരു മര്യാദ രൂപത്തിലെങ്കിലും നിലനിൽക്കുന്ന മനസ്സുള്ള ഒരു മനുഷ്യൻ മനഃപൂർവ്വ നിസ്കാരം ഒഴിവാക്കോ? ഇല്ലല്ലോ. ഒരാൾ നമസ്കാരം ഒഴിവാക്കൽ എങ്ങനെയാണ്? ഒന്നുകിൽ അയാളുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ അയാൾക്ക് സംഭവിച്ച അബദ്ധം, അതല്ലെങ്കിൽ അയാളുടെ അക്കാലത്തെ ജീവിതാവസ്ഥ. പിൽക്കാലത്ത് അയാൾ ഇസ്ലാമിലേക്ക്, മരണചിന്തയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നമ്മളൊക്കെ, ഞാനൊക്കെ ഇങ്ങനെ 100% ഫിറ്റായി നമസ്കാരം തുടങ്ങുന്നത്. നമ്മൾ ഏകദേശം ആൾക്കാരൊക്കെ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് ഇന്നല്ലാഹ റഫഅ അൻ ഉമ്മത്തി അൽ ഖതഅ വന്നിസ്യാൻ എന്നാണ്. എൻ്റെ സമുദായത്തിൽ നിന്ന് വരുന്ന അബദ്ധങ്ങളും മറവികളും അവർക്ക് ഞാൻ മാപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവരെ ഞാൻ ശിക്ഷിക്കുകയില്ല. 99 ആളെ കൊന്ന ഒരാൾക്ക് എന്താണ് അവസാനം പ്രായശ്ചിത്തമായിട്ടുണ്ടായത്? തൗബ മാത്രമാണ്, അല്ലേ? ഒരാൾക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്ന് കൊലപാതകമാണ്. 99 ആളെ കൊന്ന് 100ാമത്തെ സെഞ്ചുറി അടിച്ചു അയാൾ. എന്നിട്ടും അയാൾക്ക് അള്ളാഹു തൗബ നൽകി. നമസ്കാരം മുൻകാലത്ത് വിട്ടുപോയത് എത്ര കാലം നിസ്കരിച്ചാലാണ് ഇനിയിപ്പോ പഴയതൊക്കെ തീർന്നു എന്ന് ഉറപ്പുവരോ? ഒരഭിപ്രായം, കഴിഞ്ഞ വർഷം ഇവിടെ വന്ന ഒരു ചോദ്യം, ഓരോ ഫർദ് നമസ്കാരത്തിന്റെയും കൂടെ വേറെ ഓരോന്നും കൂടി നമസ്കരിക്കലാണ് അതിന് പ്രതിവിധി എന്നുണ്ടല്ലോ എന്നാ. അങ്ങനെ എത്ര കാലം നിസ്കരിക്കും? എന്നാ പിന്നെ അത് തീർന്നു എന്ന് ഉറപ്പാകുമോ? ഇല്ലല്ലോ. അതിന് വല്ല പ്രമാണമുണ്ടോ? ഇല്ല. പ്രമാണങ്ങൾ പറയുന്നത് അങ്ങനെ വരുന്ന അബദ്ധങ്ങൾക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക, തൗബ ചെയ്യുക, എന്നിട്ട് പഴയതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് പൂർണ്ണാർത്ഥത്തിൽ നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ തൗബയല്ലാതെ ഇതിന് മറ്റ് യാതൊരു പ്രായശ്ചിത്തവും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ഇങ്ങനെ തൗബ ചെയ്തിട്ട് ഒരാൾക്ക് മനസ്സിനൊരു സമാധാനം കിട്ടണില്ല എങ്കിൽ അയാൾക്ക് വല്ല സ്വതക്കയും നൽകാവുന്നതാണ്. അതിനപ്പുറം അയാൾ യാതൊന്നുമില്ല. പിന്നെ ഈ ചോദ്യത്തിൽ വന്നൊരു വിഷയം, അത് വളരെ വലിയ ഒരു അബദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് തന്നെ നിങ്ങൾ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാണ്. ഇദ്ദേഹം പറഞ്ഞത്, ഈ ചോദ്യകർത്താവിന് കിട്ടിയ ഒരു അഭിപ്രായം സുന്നത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കി അവിടെ ഫർളിന് പകരം വേറെ ഫർളുകൾ നിസ്കരിക്കണം എന്നാണ്, ഖളാ കിട്ടണം എന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടിന് നേരെ വിരുദ്ധമാണ്. ഇമാം ബുഖാരിയാണെന്ന് തോന്നുന്നു റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരു മനുഷ്യൻ, മുസ്ലിമായ ഒരു മനുഷ്യനെ വിചാരണക്ക് വരുമ്പോൾ അയാളുടെ ആബുദിഹി, അയാളുടെ നമസ്കാരമാണ് അയാളുടെ നമസ്കാരമാണ് ആദ്യം വിചാരണക്ക് വെക്കുക. ആ നമസ്കാരത്തിൽ ഫൈൻകാനത്ത് താമത്തൻ കുത്തിബത്ത് താമ്മ, അത് പൂർണ്ണമാണെങ്കിൽ ഓക്കെ, അതിൽ വല്ല കുറവും എവിടെയെങ്കിലും കാണാനുണ്ട് എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, അള്ളാഹ് അക്കറിയാം. എന്നാലും അള്ളാഹ് മലക്കളോട് ചോദിക്കും, എൻ്റെ ഈ അടിമ വല്ല സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കണോ. നമ്മളിപ്പോ പഠിപ്പിക്കണം എന്താണ്? സുന്നത്ത് ഒഴിവാക്കണം എന്ന്, അല്ലേ? അള്ളാഹു പറയാം, അയാൾ വല്ല സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവിൻ. അയാൾക്ക് സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ആ സുന്നത്ത് നമസ്കാരങ്ങളെടുത്ത് അയാളുടെ നഷ്ടപ്പെട്ട ഫർദ് നമസ്കാരങ്ങൾക്ക് പകരം അല്ലാഹു വെക്കും. എന്നിട്ട് അയാളെ സ്വർഗാവകാശിയായി പ്രഖ്യാപിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പണ്ഡിതന്മാർ നമ്മളോട് ഈ പഠിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത് ഇല്ലാതാക്കണം, അത് ചെയ്യരുത്, എന്നതിന് പകരം ഖളാ കിട്ടിക്കോളില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് വന്നാൽ മതവിഷയങ്ങളിലെ അവസാന വാക്ക്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇദാ സ്വഹൽ ഹദീദു ഫഹുവ മദ്ഹബി. സ്വഹീഹായ ഹദീസ് എപ്പോൾ വരുന്നുവോ അതാണ് എൻ്റെ അഭിപ്രായം, നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സ്വഹീഹായ ഹദീസ് എന്താ? നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, തൗബ ചെയ്യുക. അതുകൊണ്ട് തീർന്നു മനസ്സമാധാനം ലഭിക്കുന്നില്ല എങ്കിൽ സ്വതക്ക നൽകുക, അത്ര മതി. ജോലി ഉണ്ടായിട്ടും ഈ ഖലാ എന്നൊരു സമ്പ്രദായം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്, ഖലാ എന്ന് പറഞ്ഞൊരു സംഗതി ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സാധാരണ ഇതിന് ഞാൻ ഉദ്ധരിക്കുന്ന ഒരു കിതാബ് ഷെയ്ഖുനാ കാന്തപുരത്തിന് അൽ ഹജ്ജ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, പച്ച മലയാളത്തിൽ, ആർക്ക് വേണമെങ്കിലും ഇല്ല, അലമാരിയിലുണ്ട് സാധാരണ. അതിൽ അദ്ദേഹം പോലും പറയുന്നുണ്ട്, ജമ്മു കസറുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നൽകുന്ന അറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ കൃത്യമായി സമുദായം പഠിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഖലാ എന്ന ഒരു ആചാരത്തിലേക്ക് പോകേണ്ടി വരികയേയില്ല എന്ന് പറയുന്ന ആളാരാ? ചിലതൊക്കെ പറയുന്ന ആൾക്കൊരു പ്രാമാണികത ഉണ്ടല്ലോ അല്ലെ. ഖലാഇന്റെ അപ്പോസ്തലന്മാരാണ് പറയുന്നത്. ഇസ്ലാം ജമ്മു കസറിനെ കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ചാൽ ഒരാൾക്കും ഖലാ എന്നൊരു ആചാരത്തിലേക്ക് പോകേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 2 തവണയാണ് നമസ്കാരം സമയം വൈകിയിട്ടുള്ളത്. ഒന്ന്, ഒരു മരുഭൂയാത്രയിൽ രാവ് വെളുക്കുന്നത് വരെ ഏകദേശം യാത്ര ചെയ്തു. എന്നിട്ട് വെളുപ്പാൻ കാലത്ത് ഒന്ന് വിശ്രമിക്കാൻ കിടന്നു. യാത്രക്കാരെല്ലാവരും മരുഭൂമിയിലാണ്. പക്ഷേ ഉണർന്നത് സൂര്യൻ നല്ലോണം ഉദിച്ചതിന് ശേഷമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് ആദ്യം ഉണരുന്നത്. അദ്ദേഹം നിലവിളിച്ചു പോയി. അദ്ദേഹത്തിന്റെ നിലവിളി കേട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം ഉണരുന്നത്. കാര്യം നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ച് നല്ല ചൂടായിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബിലാൽ പറഞ്ഞു, സുബഹിസ്കരിച്ചില്ലല്ലോ നബിയെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കാൻ പറഞ്ഞു, ഓതു കൊടുക്കാൻ പറഞ്ഞു, ഇഖാമത്ത് വിളിച്ചു, ജമാഅത്തായിട്ട് സുബഹിസ്കരിച്ചു. ഇതാണ് ഒരു സന്ദർഭം. അത് വെച്ചിട്ട് പണ്ഡിതന്മാർ പറയും, ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഒരിടത്തുള്ള എല്ലാവരും ഒരുപോലെ ഉറക്കത്തിൽ അകപ്പെട്ടാൽ അവർക്ക് എപ്പോഴാണോ ഉണരുന്നത്, ആദ്യത്തെ ആൾ ഉണരുന്നത് എപ്പോഴാണോ അപ്പോഴാണ് അവരുടെ സുബഹിന്റെ സമയം. ഓരോരുത്തരും ഉണരണമെന്നല്ല, വീട്ടിലെല്ലാവരും കിടന്നുറങ്ങി ആദ്യത്തെ ആള് ഉണരുന്നത് എപ്പോഴാണോ അപ്പോഴാണ് അവരുടെ സുബഹിന്റെ സമയം. നേരം വൈകിയിട്ടുണ്ടെങ്കിൽ അത് ഖലാഇന്റെ ഗണത്തിൽപ്പെടുത്തേണ്ടതില്ല. കാരണം അയാളുടെ നിയന്ത്രണത്തിന് അപ്പുറത്താണ് ഉറക്കം. അതാണ് അതിന്റെ സംഭവം. രണ്ടാമത്തത്, ഖന്തക്ക് യുദ്ധവേളയിൽ ഖന്തക്ക് കിടങ്ങു കുഴിക്കുന്ന അതിനിടയിൽ 10,000 വരുന്ന ശത്രുക്കൾ അപ്പുറത്തുണ്ട്. അവരേത് സമയവും മദീനയെ ആക്രമിക്കാം എന്നതിനാൽ ഇവർ രാപ്പകൽ ഭേദമന്യേ അധ്വാനിച്ചുകൊണ്ടേയിരുന്നു, കിടങ്ങ് കുഴിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിൽ ഉമർ റളിയല്ലാഹു അൻഹു മുശ്രിക്കുകളെ, മക്കാ മുശ്രിക്കുകളെ വലിയ ശബ്ദത്തിൽ ശപിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. എന്താണ് ഉമറെ ഇങ്ങനെ? ഇതല്ലല്ലോ നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, നബിയെ നമ്മൾ അസ്റിസ്കരിച്ചിട്ടില്ലല്ലോ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മയായത്. അപ്പൊ മഗ്രിബോട് അടുത്തിരുന്നു സമയം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറ. മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറ ശഗലൂന അൻ സ്വലാത്തിന. അവരുടെ ഖബറും അവരുടെ വീടുകളും തീയുകൊണ്ട് നിറയട്ടെ, അവർ നമ്മുടെ നമസ്കാരം വരെ തെറ്റിച്ച് കടഞ്ഞല്ലോ എന്ന് അവരെ ശപിച്ചുകൊണ്ടാണ് ആ നമസ്കാരം നിർവഹിച്ചത്. ഇതല്ലാതെ അഷ്റഫുൽ ഖൽക്കിന്റെ ജീവിതത്തിൽ ഒരു നമസ്കാരം മാറ്റിവെക്കപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഖലാ സുന്നത്തായി മാറുകയുള്ളൂ, അല്ലേ? ഉണ്ടെങ്കിലേ സുന്നത്തായി മാറുകയുള്ളൂ. ഇസ്ലാം അങ്ങനെ ഒരു സമ്പ്രദായം പഠിപ്പിച്ചിട്ടില്ല. ഖലാ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ രാവിലെ യാത്ര പോകുന്നു, ടൂറെങ്കിൽ ടൂറ് ആണ്ട് പോകുന്നു, രാത്രി ഒരു 9 മണിക്കാണ് തിരിച്ചെത്തുന്നത്. എന്നിട്ട് തിരുമ്പലും കുളിയും ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് തീവണ്ടിക്ക് ബോഗി പിടിപ്പിച്ചത് പോലാണ്ട് പിടിപ്പിക്കലാണ്. ആദ്യം ലോറ്, പിന്നെ അസറ്, പിന്നെ മഗ്രിബ്, പിന്നെ ഇശാ. അതിന് നമ്മൾ പറഞ്ഞ പേരെന്താ? അങ്ങനെ തന്നെയല്ലേ അതിനോട് പറഞ്ഞ പേരെന്താ? ഖലാ എന്നാണ്. അത് ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം എന്ന് വെച്ചാൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ്, പേരിൽ മാത്രം. ഓക്കെ. ജോലി ഉണ്ടായിട്ടും കുടുംബം പുലർത്താൻ പ്രയാസപ്പെടുന്നവരുണ്ട്. അത്തരക്കാർക്ക് മുന്നിൽ ഒരു സഹായവും എത്തില്ല. അഭിമാനം കാരണം പുറത്ത് കാണിക്കുകയുമില്ല. ഇത്തരം ആളുകളെ കണ്ടെത്തി പ്രയാസം ദൂരീകരിക്കാൻ
മഹലിന് ബാധ്യതയുണ്ടോ ഇല്ലയോ, ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യമേ പ്രസക്തമല്ല. അവർ ഈ ഓരോ മഹല്ലത്തുകളുടെയും വെല്ലുവിളിയാണ്. ഇവരെയാണ് മിസ്കീൻ എന്ന് ഖുർആൻ പഠിപ്പിച്ചത്. ലാ യസ്അൽ തഅരിഫൂനഹും ബിസീമാഹും യഹ്സബുഹുൽ ജാഹിലു അഗ്നിയാഅ മിന തഅഫ്ഫുഫ് തഅരിഫുഹും ബിസീമാഹും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ എന്ന് ഖുർആൻ പഠിപ്പിച്ച വിഭാഗം ഇവരാണ്. കണ്ടാൽ അഭിമാനികളാണെന്ന് നിങ്ങൾക്ക് തോന്നും. അവർ അഭിമാനബോധം കൊണ്ട് അവരുടെ കഷ്ടപ്പാട് പുറത്തു പറയുകയില്ല. എന്നാൽ ജീവിക്കാൻ അവർക്ക് നിവൃത്തിയുമില്ല. അവരെ അന്വേഷിച്ച് പഠിച്ച് അവർക്ക് ജീവസന്ധാരണ മാർഗങ്ങൾ എത്തിച്ചു കൊടുക്കൽ സമുദായത്തിൻ്റെ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പള്ളി കമ്മിറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ പൈസ പിരിക്കാൻ മാത്രം ഒരു കമ്മിറ്റീൻ്റെ ആവശ്യമില്ല, അതിന് ശമ്പളത്തിന് ഒരാളെ വെച്ചാൽ മതി. മഹലിൻ്റെ മൊത്തം കാര്യങ്ങളും നോക്കി, എൻ്റെ മഹലിൽ പട്ടിണിയില്ല, എൻ്റെ മഹലിൽ ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളില്ല, എൻ്റെ മഹലിൽ വീടില്ലാത്ത ആളുകളില്ല, എൻ്റെ മഹലിൽ ഇത്ര കുട്ടികൾ കെട്ടിക്കാറായതുണ്ട്, എൻ്റെ മഹലിൽ പഠിക്കാൻ കാശില്ലാതെ നിൽക്കുന്ന കുട്ടികൾ ഇത്രയുണ്ട് എന്നൊക്കെ കൃത്യമായി കണക്കെടുത്ത് അവരുടെ ഉത്തരവ് സംരക്ഷണം കൂടി ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മളൊരു മഹലിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. അത് ഓരോ മഹല്ലത്തിൻ്റെയും ബാധ്യതയാണ്. നമ്മുടെ പള്ളി മെമ്പറുകൾ അത്തരം വിഷയങ്ങൾ ഇവിടെയെങ്കിലും വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്തൽ മഹലിൻ്റെ ബാധ്യതയാണ്. ഈ സക്കാത്തിൻ്റെ 8 അവകാശികളിലൊന്ന് ഇന്നമ സ്വദഖാത്തുൽ ഫുഖറാഇ വൽ മസാക്കീൻ. ഫക്കീർ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് പുറത്തു പറയുന്നവൻ, സഹായം മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്നവൻ. മിസ്കീൻ എന്നാണ് കഷ്ടപ്പാട് നേരത്തെ പറഞ്ഞവനെ പോലെ തന്നെ ഉണ്ട്, പക്ഷെ അത് പുറത്തു പറയില്ല. അതാണ് ഈ ചോദ്യകർത്താവ്. അത് തന്നെ ഖുർആൻ പറഞ്ഞത് ആണല്ലോ. മിക്ക ആളുകളും പള്ളിയിൽ മൊബൈൽ നോക്കിയാണ് ഖുർആൻ ഓതാറ്. തെറ്റല്ലേ? തെറ്റല്ല. എന്നാ ശരിയാണോ? അതുമല്ല, തെറ്റല്ല എന്നേ പറയാവൂ. ഖുർആൻ ഉണ്ടല്ലോ, മുസ്ഹഫ് ഉണ്ടല്ലോ, അത് നോക്കി ഓതിക്കൂടെ? അതല്ലേ കുറച്ചുകൂടി നല്ലത്. അതാണ് സുന്നത്തിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പള്ളി ഖത്തീബും അത് നിരുത്സാഹപ്പെടുത്തുന്നത് കണ്ടിട്ടില്ല. തെറ്റല്ലാത്തത് കൊണ്ടാണ് ഈ നിരുത്സാഹപ്പെടുത്താത്തത്. പക്ഷെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പറയാം, നമ്മൾ നോക്കി ഓതാം. എൻ്റെ കയ്യിൽ 6 or 7 ടൈപ്പ് ഖുർആൻ ഉണ്ട്. പക്ഷെ ഞാൻ ഖുർആൻ ഓതാൻ ഇപ്പോഴും മുസ്ഹഫാണ് ഉപയോഗിക്കുക. അത് നിർബന്ധമായും എടുത്ത് അതിനായിട്ടൊരു സ്ഥലം നിശ്ചയിച്ച് അവിടെ വെച്ച് അതിലൊക്കെ നോക്കി പരമാവധി വിരൽ വെച്ച് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഓതുക. ഓർമ്മശക്തി നിലനിൽക്കാനും അക്ഷരപ്പിശകില്ല എന്ന് ഉറപ്പുവരുത്താനും നമ്മുടെ മനഃപ്പാടത്തിൽ വീഴ്ചകളുണ്ടെങ്കിൽ അത് തിരുത്താനും ഒക്കെ നല്ലത് മുസ്ഹഫ് നോക്കി ഓതുന്നതാണ്. കുറച്ചുകൂടി സുരക്ഷിതത്വം അതാണ്. ചില സൈറ്റുകളൊക്കെ ആപ്പുകളൊക്കെ പരിശോധിച്ചപ്പോൾ അതിൽ അക്ഷരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ചിലതിലൊക്കെ ചില പദങ്ങൾ വിട്ടുപോയതുമുണ്ട്. മനഃപൂർവമോ അല്ലാതെയോ ഒക്കെ വിട്ടുപോയ ചില ആപ്പുകളുമുണ്ട്. അപ്പൊ ആപ്പ് നമുക്ക് വിശ്വസ്തമല്ല. നിങ്ങളുടെ മുസ്ഹഫിനെ തന്നെ ആശ്രയിക്കാൻ ഒന്നുകൂടി ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ മനസ്സ് റമദാൻ പല ചിന്തകളും മുനാഫിക്കാക്കുന്ന ചിന്തകളും വരുന്നു. എന്താണ് പരിഹാരം? അള്ളാഹുവോടല്ല ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സിദ്ദീഖായി മുനാഫിക്കാകുന്ന പരിപാടി പിന്നെ ഒരാളുടേത് മാത്രമല്ല, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഇതിൽ ആദ്യത്തെ ലിസ്റ്റിൽ വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഞാൻ മുനാഫിക്കായി എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. രണ്ടാമതായിട്ട് തൊട്ടടുത്ത് എഴുതേണ്ട പേര് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയാണ്. മൂന്നാമതായിട്ട് തൊട്ടടുത്ത് എഴുതേണ്ട പേര് ഹൻലല റളിയല്ലാഹു അൻഹുവിനെയാണ്. ആദ്യം ഹൻലലയുടെ കഥ പറയാൻ. ഹൻലല റളിയല്ലാഹു അൻഹുവിനെ മയ്യത്ത് കുളിപ്പിച്ചത് മലക്കുകളാണ്. അത്ര മഹാനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. യുദ്ധത്തിൽ ഷഹാദത്ത് വരിക്കുന്നു. ജനാപത്തോടുകൂടി വിവാഹത്തിന്റെ അന്ന് തന്നെ ഉഹദ് യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുന്നു. ജനാപത്ത് കുളിക്കാതെ യുദ്ധത്തിന് പോയി. യുദ്ധത്തിൽ ഷഹാദത്ത് വരിക്കുന്നു. മലക്കുകൾ വായുവിൽ വെച്ച് അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഞാൻ മുനാഫിക്കായി പോയി എന്നാണ്. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആരോട് ചോദിക്കുന്ന ആരെന്നറിയോ? തലയിൽ കൈവച്ച് നാഫക്ക ഹൻലല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് അദ്ദേഹം കരഞ്ഞിട്ട്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു തടഞ്ഞു നിർത്തി ചോദിച്ചു, എന്താടോ പറ്റിയെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പള്ളിയിലിരിക്കുമ്പോൾ നബിയുടെ അടുത്തിരിക്കുമ്പോൾ സ്വർഗത്തിലിരിക്കണ മാതിരിയാണ്, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് കാണുന്ന പോലെയാണ്. പെരയിൽ വന്നാൽ കുട്ടികളായിട്ട് ചിരിയും കളിയും തമാശയും കച്ചവടത്തിന് പോകുമ്പോൾ അങ്ങനെ കൃഷിയൊക്കെ ആയിട്ട് ആ ചിന്ത പോവുക. അപ്പൊ ഞാൻ മുനാഫിക്ക് കഴിക്കണം.
അപ്പോൾ റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞ്, പടച്ചോനെ ഞാനും മുനാഫിക്കന്നെ എന്ന് പറഞ്ഞു. ഇവരെ രണ്ടുപേരുടെയും കരച്ചിൽ കേട്ട് നബിയുള്ള ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് കാര്യം തന്നെ എന്നാ മുനാഫിക്കന്നെ. മൂന്നാളുകൂടി പരിഹാരം ചോദിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെളുക്കെ ചിരിച്ച് എന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, പള്ളിയുടെ അവസ്ഥ, വീട്ടിൽ പള്ളിയാവാൻ പാടില്ല. വീട്ടിൽ വീടിൻ്റെ ചിരിയും കളിയും തമാശയൊക്കെ വേണം. പറമ്പിൽ അതിൻ്റെ അവസ്ഥ വേണം. കച്ചവട രംഗത്ത് അതിൻ്റെ കാലാവസ്ഥ വേണം. എല്ലായിടത്തും പള്ളിയാക്കരുത്. ഇവിടെ ഇപ്പം കൃഷി ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇപ്പം വീട്ടിലെ കാലാവസ്ഥ പറ്റുമോ? പറ്റൂലല്ലോ. ഇവിടുത്തെ കാലാവസ്ഥയല്ലേ ഇവിടെ പറ്റുള്ളൂ. അതങ്ങനെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആരും മുനാഫിക്കാവൂല. അത് തന്നെ ഈ വിഷയത്തിലും പറയാനുള്ളൂ. നമ്മൾ മനുഷ്യരാണ്. നമ്മളിന് പിശാചിനെ നമുക്ക് പിശാചിനെ നമ്മളെ സ്വാധീനിക്കാൻ കഴിയും. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് തിരിച്ചു കയറും. നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാകും. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് തിരിച്ചു കയറും. നമ്മൾ വേണ്ടാത്തത് നോക്കാൻ തോന്നിപ്പോകും. ചിലപ്പോൾ ഒന്ന് നോക്കുകയും ചെയ്യും. അതിൽ നിന്ന് തിരിച്ചു കയറും. ഇതെല്ലാ മനുഷ്യരുടെയും അവസ്ഥയാണ്. അങ്ങനെ തിരിച്ചു കയറാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോഴാണ് അയാളെ പിശാച് അടിപ്പെടുത്തി എന്ന് തീരുമാനിക്കുക. ഇന്നഹു ലൈസ അലൈഹിം സുൽത്താനുൻ എന്നുള്ള പറയും. എൻ്റെ അടിമകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ നിനക്ക് കഴിയില്ല. ചിലരെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വരും. അതുകൊണ്ടൊന്നും ആരും മുനാഫിക്കുകളായി പോവില്ല. എന്തായാലും പരമാവധി നമ്മളെല്ലാവരും ഇസ്ലാമിനെ നെഞ്ചേറ്റി ആത്മാർത്ഥതയുള്ളവരായിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ്. അരുതെന്ന് പറഞ്ഞ മരത്തിലെ പഴം ഭക്ഷിച്ചതിനാലാണ് ആദം നബി അലൈഹി ഇസ്ലാമിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്നാണല്ലോ പറയപ്പെടുന്നത്. എന്നാൽ ആദം നബി അലൈഹി ഇസ്ലാമിയെ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു മലക്കുകളുമായി സംസാരിക്കുന്ന വേളയിൽ തന്നെ നാം ഭൂമിയിലേക്കൊരു ഖലീഫയെ അയക്കുന്നുണ്ട്, അള്ളാഹു മലക്കുകളെ അറിയിക്കുന്നില്ലേ എന്ന് അള്ളാഹു മലക്കുകളെ അറിയിക്കുന്നില്ലേ? ഇതിൽ വൈരുദ്ധ്യമല്ലേ? ഇതിൻ്റെ കാര്യം ഇന്നതാണെന്നറിഞ്ഞാൽ നന്നായിരുന്നു. വളരെ ഇന്ന് അടുത്ത കാലത്ത് വന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവം നിറഞ്ഞ ചോദ്യം. അതായത് മനുഷ്യരെ സൃഷ്ടിച്ചത് ഭൂമിയിലേക്കാണെന്ന് ഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിലേക്കൊരു പ്രതിനിധിയെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മലക്കുകളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പഠിപ്പിച്ചു വരുന്നത് ആദം നബി ആ വിലക്കപ്പെട്ട പഴം ഭക്ഷിച്ചത് കൊണ്ടാണ് ഭൂമിയിലേക്ക് വന്നത് എന്നാണല്ലോ. ഇത് രണ്ടെങ്ങനെ ശരിയാവാ? അള്ള പണ്ടന്നെ എങ്ങോട്ടാണ് ആദമിനെ തീരുമാനിച്ചിട്ടുള്ളത്? പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പഴം കൊടുത്ത് കുത്തിക്കയറ്റുള്ളത് എന്തിനായിരുന്നുള്ളതാണ് ഇതിൻ്റെ മർമ്മം എന്ന് തോന്നുന്നു. സംഗതി ഇത് രണ്ടും ശരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അങ്ങനെ പറഞ്ഞപ്പോൾ മലക്കുകൾ അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. എന്തറിയോ? വൈദ് കാലത്തിൽ മലായികത്തു ഇത് കാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു വതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അത് നമ്മൾ മറന്നോ? മലക്കുകൾ അപ്പം തന്നെ ചോദിച്ച്, പഠിച്ചോനെ, എന്തിനാണ് ഈ കുഴപ്പമുണ്ടാക്കുന്ന ജന്തുക്കളെ, ജീവിവർഗത്തെ, പടപ്പുകളെ, രക്തം ചിന്തുന്ന ഈ പടപ്പുകളെ അങ്ങോട്ട് വിടുന്നത് എന്തിനാ? അപ്പം എന്തായി? മലക്കുകൾക്കും അറിയായിരുന്നു എന്നായില്ലേ? ആദമിൻ്റെ സ്വഭാവം, ആദം സന്തതികളുടെ സ്വഭാവം എന്താന്ന് മലക്കുകൾക്കറിയാം. നിന്നെ സ്തുതിക്കാനും പുകഴ്ത്താനും കാണുവാൻ നിനക്ക് തസ്ബീഹ് എല്ലാവരും നിന്നെ പരിശുദ്ധപ്പെടുത്താനൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാണ് ഈ കുഴപ്പക്കാരനെ ആണ്ടുവിടുന്നത് എന്ന് ചോദിച്ചു. അപ്പം തള്ളാൻ്റെ മറുപടി എന്താ പറയുക? കാല ഇന്നി അഴലമോ മാറാത്തഴലമോ, നിങ്ങൾക്കറിയാത്ത ചില സംഗതികൾ എനിക്കറിയാം. ആ അറിയാത്ത സംഗതികൾ എന്താ? അതാണ് ഈ കാണിക്കുന്നത്. ഏത്? അള്ളാഹു ആദമിനെ സൃഷ്ടിക്കുന്നു, മലക്കുകൾ അത് കണ്ടു നിൽക്കുന്നു, അള്ളാഹു ആദമിന് ജീവൻ ഉപേന നൽകുന്നു, ആദം എഴുന്നേറ്റ് നിൽക്കുന്നു, ആദമും മലക്കുകളും തമ്മിൽ ഒരു പരീക്ഷണം നടക്കുന്നു. പരീക്ഷണത്തിൽ മലക്കുകൾ അമ്പെ പരാജയപ്പെടുകയും ആദം 100% മാർക്ക് നേടി വിജയിക്കുകയും ചെയ്തു. അള്ളാഹു മലക്കുകളോട് ആദമിന് സാഷ്ടാംഗം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. മലക്കുകൾ അത് ചെയ്യുന്നു, അല്ലേ? പക്ഷേ ഒരുത്തൻ, അക്കൂട്ടത്തിലുണ്ടായിരുന്ന ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസ്, ഇന്നഹു കാന മിനൽ ജിന്ന് അതിന് കൂട്ടാക്കിയില്ല. അവൻ എതിർക്കുന്നു. ആദം മണ്ണുരുളയാണ്, ഞാൻ തീയാണ് എന്നവൻ അഹംഭാവം നടിക്കുന്നു.
ആ അഹംഭാവത്തെ ആദം നേരിൽ കാണുന്നു. എന്നിട്ട് ആദമിനോട് അള്ളാഹു പറയുന്നു, നോക്ക്, ഇവൻ നിന്റെ ശത്രുവാണ്. ഇന്ന ഹാദാ അദുവ്വുലക് വലിസൗജിക്. വിഷയത്തിന്റെ മർമ്മം ഇവിടെയാണ്. ആരാണ് ചോദ്യകർത്താവെങ്കിലും വിഷയത്തിന്റെ മർമ്മം ഇവിടെയാണ്. ഇന്ന ഹാദാ അദുവ്വുലക വലിസൗജിക്. ആദമേ, ഇവൻ, നിനക്ക് സുജൂദ് ചെയ്യാത്ത ഇവൻ, എൻ്റെ മുമ്പ് എന്നോട് എതിർപ്പടിയോ അറിയിച്ച ഇവൻ, അഹങ്കാരിയാണ് ഇവനെന്ന് കണ്ടല്ലോ, ഇവൻ നിന്റെ ശത്രുവാണ്, നിന്റെ ഭാര്യയുടെ ശത്രുവാണ്. ഇവൻ നിങ്ങളെ ഈ ലോകത്ത് നിന്ന് പുറത്താക്കാൻ പരമാവധി ശ്രമിക്കും. അതിന് കീഴ്പ്പെടരുത്. കീഴ്പ്പെട്ടാൽ കഷ്ടപ്പെടേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും എന്ന് അല്ലാഹു മുന്നറിയിപ്പ് കൊടുത്തു. ഇനി അവിടെ നിൽക്കട്ടെ. ഈ മുന്നറിയിപ്പോടെ ഉണ്ടല്ലോ. സൂറത്ത് താഹയിലേക്ക് പോയാൽ അല്ല പറയും, വലക്കത് അഹദിനായില ആദമ മിൻ ഖബൽ. ആദമിന് സ്വർഗത്തിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ആദമും ഞാനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഏതാ കരാറ്? പഴം തിന്നരുത് എന്നാണോ, ഇവനനുസരിക്കരുത് എന്നതാണോ? ഏതാണ്? ഉറപ്പല്ലേ? ഇവനനുസരിക്കുന്നതാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഫനസിയ. ആ കരാർ ആദം മറന്നു. വലം നജിദ് ലഹു അസ്മ. ആ കരാറിൽ ഉറച്ചു നിൽക്കാനുള്ള ദാർഢ്യം ആദമിനുണ്ടായില്ല. ഫലം, ആദം പിശാചിന് കീഴ്പ്പെട്ടു. പഴം തിന്നുന്നത് അതിൻ്റെ ഒരു പുറത്തേക്ക് നമുക്ക് കാണാനുള്ള സംഗതി മാത്രമാണ്. സംഭവം ഉണ്ടായത് എന്താ? ആദം പിശാചിന് കീഴ്പ്പെട്ടു, വശംവദനായി തൽക്കാലമെങ്കിലും. അങ്ങനെ പിശാചിന്റെ കടിയിൽപ്പെട്ട് പിശാചിനെ അനുസരിച്ച് ആ പഴം ഉപയോഗപ്പെടുത്തും. സ്വാഭാവികമായും അള്ളാന്റെ പഴയ തീരുമാനം നടപ്പാവുകയാണ്. ഏത്? ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ. ഇവൻ ഇവിടെ നിൽക്കേണ്ടവനല്ല, ഇവൻ താഴെ ജീവിക്കേണ്ടവനാണ്. ഇവൻ താഴെ പോകുന്നത് ഇന്ന കാരണം കൊണ്ടാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. നിങ്ങൾക്കറിയില്ല. എനിക്കറിയാത്തത് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്ന് പറഞ്ഞില്ലേ? ഇവൻ താഴെ ജീവിക്കേണ്ടവനാണെന്ന് എനിക്കറിയാം. ഇവൻ താഴേക്ക് പോകേണ്ടത് ഇന്ന കാരണം കൊണ്ടാണെന്ന് എനിക്കറിയാം. അത് അവന് കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്. അവൻ പറഞ്ഞ ആദം അലൈഹിസ്സലാം ആട്ടോ. അത് അദ്ദേഹത്തിന് കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്നെ അള്ളാഹു ഭൂമിയിലേക്ക് പടച്ചിട്ട് പിന്നെന്തിനാ സ്വർഗത്തിലാക്കിയെന്ന് ആദം ചോദിക്കരുത്. അല്ലേ? ഒരു കാരണവും ഇല്ലാതെ എന്നെ ഭൂമിയിലേക്ക് ചവിട്ടിത്തള്ളിയെന്ന് ആദം സങ്കടപ്പെടരുത്. അദ്ദേഹത്തിന് ബോധ്യപ്പെടണം, പിശാചിനെ അനുസരിച്ച ഒരാൾക്കും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന മഹത്തായ സന്ദേശം ആദം വഴി, ഹവ്വ വഴി, അലൈഹിസ്സലാം വഴി അള്ളാഹു മാനവതക്കം മൊത്തത്തിൽ പാഠമായി അവതരിപ്പിക്കുകയായിരുന്നു. ഇതുപോലെ കുട്ടി പരീക്ഷ എഴുതിയാൽ തോറ്റാലും ജയിച്ചാലും കുട്ടിക്ക് ആ മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ അവകാശം ചോദിച്ച് ആവശ്യപ്പെട്ടാൽ കാണിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ബാധ്യത ഉണ്ടോ? പരീക്ഷ എഴുതി കുട്ടി തോറ്റു, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു, ഈക്കിന്റെ ആൻസർ ഷീറ്റ് കാണണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയാ? റീവാലുവേഷൻ അല്ലേ? എനിക്കത് കാണണമെന്ന് കുട്ടി ആവശ്യപ്പെട്ടാൽ കാണിച്ചു കൊടുക്കേണ്ടി വരും. റീവാലുവേഷൻ നടക്കുന്നത് എവിടെയാ? കുട്ടിയുടെ മുമ്പിൽ വെച്ചാണ്. കുട്ടിയുടെ രക്ഷിതാവിന്റെ മുമ്പിൽ വെച്ച് കുട്ടി എഴുതിയ ഉത്തരത്തിന് ഇന്ന പാകപ്പഴയുണ്ട് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടുത്തും. അതാണ് അവിടെ നടന്നത്. ഭൂമിയിലേക്ക് പോകേണ്ടത് ഇന്ന കാരണം കൊണ്ടാണ്, അത് പഴം തിന്നത് കൊണ്ടല്ല. രണ്ട് കാരണങ്ങൾ അവിടെ ഉണ്ടായത്. അവനെ അനുസരിക്കരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പന മറന്നു. ഇവൻ ശത്രുവാണെന്നതും മറന്നു. മറ്റത് ഒരു വെറും കേവലമായൊരു സംഭവം മാത്രമാണ്. ഏത്? നമ്മൾ ഈ പഴം തിന്നൽ, അതൊരു കേവലമായ അതിൻ്റെ ഒരു പ്രവൃത്തി രൂപം മാത്രം നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടാൻ. നമ്മളതിന് മനസ്സിലാക്കേണ്ടത് ആ പഴം തിന്നത് കൊണ്ട് എന്നല്ല. പിന്നെയോ ആ പഴം തിന്നാനുള്ള കാരണം എന്താണ്? ആ കാരണം അള്ളാഹുമായിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലുന്നവർക്ക് ഒരു കരാറുണ്ട്. അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുള്ളൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് ജീവിക്കുള്ളൂ. അത് നമ്മൾ അള്ളാഹിനെ ഏറ്റെടുത്ത കരാറാണ്.
ആ കരാറിൽ വീഴ്ച വന്നാൽ അതാരാണെങ്കിലും ശരി സ്വർഗം മോഹിക്കേണ്ടതില്ല എന്ന മെസ്സേജാണ് അവിടെ പാസ് ചെയ്യപ്പെട്ടത്. അതിനു പകരം അത് ഒരു പഴമായിരുന്നു എന്നും അത് ആപ്പിളാണെന്നും അങ്ങനെ കുറഞ്ഞ് അതിൻ്റെ ഗൗരവം കുറഞ്ഞു വരികയാണ്. അവിടേക്ക് മുസ്ലിമീങ്ങൾ പോകരുത്. അവ രണ്ടും പരസ്പരം വിരുദ്ധമല്ല, ഒന്ന് മറ്റൊന്നിൻ്റെ പൂരകമാണ്. കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. അങ്ങനെ വിശാലാർത്ഥത്തിൽ ചിന്തിക്കാൻ ഒന്നുകൂടി പറയട്ടെ, ഖുർആനിൽ ഒരുപാടിടത്ത് ഇങ്ങനെ നമുക്ക് വൈരുദ്ധ്യമാണെന്ന് തോന്നുന്ന സംഗതികളുണ്ട്. അത് വൈരുദ്ധ്യമാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അറിവുള്ളവരോട് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് പൊതുവായ നമ്മൾ വിശ്വസിക്കേണ്ടത് വലവുക്കാരമിനെന്ത് കയ്യിലില്ല ഇല്ല വജദൂഫി ഇഖ്തിലാഫൻ കസീറാണ്. ഖുർആൻ അള്ളാഹുവിൻ്റേതായിരുന്നില്ല എങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പം എന്താ അർത്ഥം? ഖുർആനിൽ ഒരു വൈരുദ്ധ്യവും ഇല്ലാതാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കുന്നിടത്ത് വരുന്ന കുറവാണ്. അള്ളാഹു അതിനേക്കാൾ കൂടുതൽ ഉന്നതമായ അറിവ് നേടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആനിൽ വൈരുദ്ധ്യമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെന്ന് ചോദ്യകർത്താവ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ആദ്യമേ തെറ്റിദ്ധരിക്കേണ്ട. അവനവൻ്റെ സംശയങ്ങൾ ചോദിക്കാനുള്ളതാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾ വൈരുദ്ധ്യമുള്ള ആളാണ് നമ്മൾ തെറ്റിദ്ധരിക്കൂല. അങ്ങനെ ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുക. നമ്മുടെ സംശയങ്ങൾ ആരോടും ചോദിക്കണ്ടേ? ഇസ്ലാം സംശയങ്ങൾ ചോദിച്ച് തീർപ്പാക്കാൻ കഴിയുന്ന ദുനിയാവിലെ ഒരേ ആദർശമാണ്. അതറിയില്ല. നമുക്ക് മതവും ഇസ്ലാമുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ച് തീർക്കാൻ പറ്റുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണ്. അവിടെ പ്രമാണങ്ങൾ ഉണ്ടാവും. അതിന് പ്രമാണങ്ങൾ ഉദ്ധരിക്കാൻ കഴിയില്ല, അത് ഇസ്ലാം അല്ല എന്നതിൻ്റെ അർത്ഥം. നമ്മുടെ സംശയങ്ങൾ തീർക്കുന്നിടത്ത് പ്രമാണങ്ങൾ ഉദ്ധരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഇസ്ലാം അല്ല. ഒഴിവാക്കിയേക്ക്. ആ ഇസ്ലാമാണോ അതിൽ പ്രമാണങ്ങളുണ്ട്. ഓക്കെ. നമസ്കാരത്തിലെ എല്ലാ റക്അത്തുകളിലും ഫാത്തിഹയുടെ മുന്നേ അഊദ് ഓതുന്നതിൻ്റെ വിധി എന്താണ്? സുന്നത്താണ്, ഫർദല്ല. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് ഫാത്തിഹയിൽപ്പെട്ടതല്ല. എന്നാൽ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വഇദാ ഖറഅത്തുൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം എന്ന് ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ചൊല്ലേണ്ടതാണെന്ന് ഞാൻ പറയുക. ചൊല്ലൽ സുന്നത്താണ്. ഇത് പറഞ്ഞാണല്ലോ. സൂറത്ത് ഹുജറാത്ത് 9. പരസ്പര സമരത്തിലായവർ എന്നത് കുടുംബങ്ങൾ തമ്മിലാണോ അല്ലെങ്കിൽ ഗോത്രങ്ങൾ തമ്മിലുള്ള സമരം, വഴക്കാണോ? തെറിവീറിനെ പ്രതീക്ഷിക്കുന്നു. ആ ആയത്തിൽ തന്നെ അതുണ്ടല്ലോ. വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ എന്നാണ്. ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖറാ ഫഖാതിൽ ലത്തി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാഹ് ഫഇൻ ഫാഅത് ഫഅസ്ലിഹൂ ബൈനഹുമാ ബിൽ അദ്ലി വഅഖ്സിതൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ എന്നാണ് ആയത്. വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ, മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ എന്നാവാം, രണ്ട് കുടുംബങ്ങൾ എന്നാവാം, രണ്ട് ഗോത്രങ്ങൾ എന്നാവാം, അയൽപ്പക്കക്കാർ എന്നാവാം, രണ്ട് പാർട്ടിക്കാർ എന്നാവാം. മുഅ്മിനീങ്ങൾ എന്ന് മാത്രം അവിടെ കൂട്ടിയാൽ മതി. ബാപ്പിയും മകനാണെങ്കിലും ശരി, ഭാര്യയും ഭർത്താവാണെങ്കിലും ശരി, അയൽപ്പക്കക്കാരാണെങ്കിലും ശരി, രണ്ടുപേർ പരസ്പരം ചണ്ട കൂടുമ്പോൾ, ഉണ്ടാക്കുമ്പോൾ അതിനിടയിൽ ഇടപെട്ട് അവർക്കിടയിൽ സന്ധി ഉണ്ടാക്കണം. സന്ധി വ്യവസ്ഥക്ക് സത്യത്തിന്റെ ഭാഗത്തേക്ക് കീഴ്പ്പെടാൻ രണ്ടിൽ ഒരാൾ തയ്യാറാവുകയും അപരൻ തയ്യാറാവാതിരിക്കുകയും ചെയ്താൽ തയ്യാറായ ആളുടെ കൂടെ നിന്ന് തയ്യാറാവാത്തവനെ നിർബന്ധപൂർവം കീഴ്പ്പെടുത്തണം. അങ്ങനെ അയാൾ നിർബന്ധത്തിന് വഴങ്ങി കീഴ്പ്പെട്ടാൽ പിന്നീട് അയാളെ ഞാൻ അടിച്ചൊതുക്കിയതാണ് എന്ന് വെച്ചിട്ട് അയാളുടെ നീതി നഷ്ടപ്പെടരുത്. അയാളോട് നിലപാടെടുക്കുമ്പോൾ നീതി പുരസ്സരം നിലപാടെടുക്കണം. അന്യായം കാണിക്കരുത്. അപ്പോഴും ന്യായത്തിന്റെ പക്ഷത്തേക്ക് അയാളെ കൊണ്ടുവരാൻ ബലം പ്രയോഗിക്കേണ്ടി വന്നാലാവാം. പക്ഷേ അയാളുടെ നീതി നഷ്ടപ്പെടുന്ന രൂപത്തിൽ ആവുകയും ചെയ്യരുത് എന്നാണ് ആയത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം. അതിലെല്ലാ വിഭാഗം ആളുകളും പെടും. നമ്മളൊക്കെ പണ്ഡിതന്മാരൊക്കെ വലിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അത് മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകം ബാധകമാണ്. അല്ലാത്തവർ ചണ്ട കൂടുമ്പോഴും നമ്മൾ അവർക്കിടയിൽ നെഞ്ചിപ്പുണ്ടാക്കാൻ ശ്രമിക്കണം. നമ്മൾ സന്ധിയുടെ ആൾക്കാരാണ്, സമാധാനത്തിന്റെ ആൾക്കാരാണ് എന്നീ ആയത്തിലുണ്ട് എന്നാണ്. ഓക്കെ ആണല്ലോ അല്ലേ?
ജുമഅക്ക് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം 4 റക്അത്താണോ അത് 2 റക്അത്താണോ? വീട്ടിൽ വെച്ചാണെങ്കിൽ 2 റക്അത്ത്, നാം പള്ളിയിലാണെങ്കിൽ 4 റക്അത്ത് എന്നാണ് ഹദീസുകൾ പഠിച്ചാൽ മനസ്സിലാവുക. പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നവർ 2 2 എന്ന് 4 റക്അത്തുകൾ വീതം നമസ്കരിക്കലാണ് പൂർണ്ണാർത്ഥത്തിലുള്ളത്. എന്നാൽ 2 റക്അത്തായാലും കുഴപ്പങ്ങളൊന്നും ഇല്ല, അത് സ്ഥിരപ്പെട്ട സുന്നത്താണ്. വീട്ടിൽ വെച്ചാണെങ്കിൽ 2 റക്അത്തുമാണ് നമസ്കരിക്കേണ്ടത്. ഫർദ് നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം അദ്കാറുകൾക്ക് ശേഷമല്ലേ നിസ്കരിക്കേണ്ടത്? അതെ അതെ, അദ്കാറുകൾക്ക് മുന്നും നിസ്കരിക്കാമോ? അദ്കാറും സുന്നത്താണ്, റവാത്തിബ് നമസ്കാരവും സുന്നത്താണ്. അപ്പോൾ രണ്ടും നടന്നോട്ടെ, രണ്ടും. പക്ഷെ റവാത്തിബ് കഴിഞ്ഞാൽ പിന്നീട് ഫർളിന്റെ റബ്ബേന് അദ്കാറിന് സ്ഥാനമില്ല. പിന്നെ റവാത്തിബിന്റെ ശേഷമാണല്ലോ സമയമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് അദ്കാറുകൾക്ക് ശേഷം റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിക്കുക തന്നെയാണ്. ഇനി റവാത്തിബ് സുന്നത്ത് ദിക്ർ ചെല്ലാൻ ഒരാൾക്ക് അവിടെ ഇരിക്കാൻ സമയമില്ല, അത്ര പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ആണെങ്കിൽ അയാൾ റവാത്തിബ് നിസ്കരിച്ചിട്ട് പോയിക്കോട്ടെ. ഓക്കെ, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 2 സുന്നത്താണ്. പക്ഷെ രണ്ടുമാണ് പൂർണ്ണാർത്ഥത്തിലാണ് ചെയ്യലാണ് സാധാരണഗതിയിൽ അതിൻ്റെ ഏറ്റവും നല്ലത്. തറാവീഹ് നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ മാത്രം പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയാൽ പോരെ? മതി. എല്ലാ 2 റക്അത്തിലും ചൊല്ലാൻ പാടുണ്ടോ? യെസ്, രണ്ടിനും ഉത്തരം യെസ്നാ. ആദ്യത്തേൽ മാത്രം ചൊല്ലിയാൽ മതിയോ? മതി. എന്നാ എല്ലാ ഈ 2 റക്അത്തിലും ചൊല്ലിക്കൂടെ? ചൊല്ലാം എന്നാണ്. അപ്പൊ എൻ്റെ മനസ്സ് റമദാൻ പല ചിന്തകളും അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു കേട്ടോ, നമ്മുടെ കയ്യിലുള്ളതൊക്കെ കഴിഞ്ഞു. ഇനി വല്ലതുണ്ടോ? അല്ലെങ്കിൽ 2:35 ആ എങ്ങനെ? ആ, കച്ചവട വസ്തുവാണ്. വിൽക്കാൻ ഉദ്ദേശിച്ച് വാങ്ങിയ വസ്തു കച്ചവട വസ്തുവാണ്. അപ്പൊ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണം. മുടങ്ങി കിടക്കാണ്, വിൽക്കുമ്പോൾ കൊടുക്കണം. വിൽക്കുമ്പോൾ അത്രയും വർഷത്തെ ഒന്നിച്ചു കൊടുക്കണം. അതന്നെ മുടങ്ങി കയ്യിൽ കാശുണ്ടെങ്കിൽ എന്നാൽ അതാത് വർഷങ്ങളിൽ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ അത് വിറ്റ് കിട്ടുമ്പോൾ ലാഭം കൂട്ടിയിട്ട് അതിൻ്റെ മൊത്തം മുതലിന് എത്ര വർഷം കടന്നുവോ അത്രയും വർഷത്തെ 2.5% വെച്ച് കൊടുക്കണം. അപ്പോൾ അത് സാധാരണ നമ്മുടെ വീട് വെച്ച് താമസിക്കുന്ന ഭൂമി പോലെയല്ല കച്ചവടത്തിന് വാങ്ങുന്ന ഭൂമി. പണ്ട് ഫാരിസ് അബൂബക്കർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് കേരളത്തിൽ, നിങ്ങൾക്കറിയാം പലർക്കും. അദ്ദേഹം വലിയ ലാൻഡ് ബിസിനസ്സുകാരനാണ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. ഒരു പത്രക്കാരൻ ചെന്നിട്ട് ഇന്റർവ്യൂ നടത്തിയപ്പോൾ ചോദിച്ചു, ഇത്രയും കൂടുതൽ ആധാരക്കെട്ടുകൾ എന്തിനാണ് താങ്കൾക്ക്? ഇതെന്താണ്, അഴിമതിക്കല്ലേ? അപ്പം അദ്ദേഹം വളരെ ലളിതമായിട്ട് ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയോ? ഒരു അലുവ കച്ചവടക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തിനാണോ ഇത്രയും കൂടുതൽ അലുവ ഇവിടെ നിനക്കെന്ന് ചോദിക്കോ? അതായത് കച്ചവടത്തിന് വാങ്ങിച്ചു വെച്ചതല്ലേ? ഇതും കച്ചവടത്തിനാണ്. എന്നമാതിരി അത് കച്ചവടമാണ്. അപ്പൊ കച്ചവടത്തിന് എല്ലാത്തിനും കച്ചവടത്തിന്റെ വിധിയാണ്. അതാത് വർഷങ്ങളിൽ കൊടുക്കുക. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ അത് വിറ്റ് കിട്ടുമ്പോൾ മൊത്തം സംഖ്യ എല്ലാ വർഷത്തേതും കൂടെ കൂട്ടി കൊടുക്കുക. ഖുർആൻ ഓതി കഴിയുമ്പോൾ സ്വദഖല്ലാഹുൽ അലീം എന്ന് പറഞ്ഞുകൂടെ? അത് പറയാം. പറയാതിരുന്നൂടെ? പറയാതിരിക്കുകയും ചെയ്യാം. നമ്മൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും സ്വദഖല്ലാഹുൽ അലീം തന്നെയാണ്. അള്ളാഹു ഖുർആൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ അലീമായ അള്ളാഹു പറഞ്ഞതെല്ലാം സത്യമാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പറയാം, പറയാതെയും ഇരിക്കാം. സ്വദഖല്ലാഹുൽ അലിയുൽ അലീം വസദ്ദഖ വബല്ലഗ റസൂലുൻ നബിയുൽ കരീം വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ എന്നാണ് അതിൻ്റെ മുഴുവൻ രൂപമെന്ന് തോന്നുന്നു, അല്ലേ? അപ്പൊ ആ മുഴുവൻ രൂപത്തിനും ഇതിനും ഹദീസിന്റെ പിൻബലമൊന്നുമില്ല. രണ്ടിനും ഹദീസിന്റെ പിൻബലമൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. എങ്ങനെ? ആ അസ്സലാത്ത് ഖൈറും മിനന്നൗം എന്നതിന് ഇജാബത്ത് ചെയ്യേണ്ടത് അസ്സലാത്ത് ഖൈറും മിനന്നൗം എന്നാണോ അതോ സ്വദഖത വബരീർത എന്നാണോ? സ്വദഖത വബരീർത എന്ന് പറയുന്ന പലരും പിന്നീട് തലയിൽ പുറപ്പെട്ട് പള്ളിയിൽ കയറാതെ കിടക്കല ആണല്ലേ? അസ്സലാത്ത് ഖൈറും മിനന്നൗം എന്ന് പറഞ്ഞാൽ മക്കളെ ഉറക്കമല്ല, നമസ്കാരമാണ് ഉത്തമം എന്നാണ്. അതിന് കൊടുക്കുന്ന ഇജാബത്ത് ആ പറഞ്ഞത് ശരിയാണ്, ഇത് ചെയ്തത് വലിയ പുണ്യമാണ് സ്വദഖത വബരീർത എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണ്? ഈ പറയുന്ന ആൾക്കാർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പള്ളിക്ക് എത്ര ആൾക്കാർ കേൾക്കുന്ന ആൾക്കാർ? ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം അസ്സലാത്ത് ഖൈറും മിനന്നൗം എന്ന് തന്നെയാണ് പറയേണ്ടത്.
മറിച്ച് പറയാൻ പറഞ്ഞത് ഹയ്യാലത്തൈനിയിൽ മാത്രമേ ഉള്ളൂ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന്. അത് ആ 4 മാത്രമേ തിരിച്ചുമ്പോൾ എന്നെ വേറെ പറയാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതാ സമയത്ത് മുന്നിദാ എന്നും ഇതാ സമയത്തുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല യഖൂൽ, പാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയുക എന്നാണുള്ളത്. ഖനി അതോ ഖരോ? ആ, കച്ചവടല്ലേ? ആ സംഘം നടക്കുന്നത് കച്ചവടല്ലേ? നടക്കുന്നത് കച്ചവടമല്ലേ? ലോഡിന് ഇത്ര രൂപ വെച്ചിട്ട് കച്ചവടമല്ലേ? കച്ചവടത്തിന് കൂട്ടാൻ, ഈ കൃഷിയിലാണെങ്കിൽ കൂട്ടാൻ താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. നമ്മുടെ പിന്നെ കണക്കിൽ അത് ഏതിലാണോ പെടുന്നത് അതിനനുസരിച്ച് സക്കാത്ത് വിതരണം ചെയ്യണം. കല്ല് കച്ചവടമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. അങ്ങനെയാണെങ്കിൽ 2.5%. നെല്ല് അത് അവനവൻ്റെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഖനിയാണ് എങ്കിൽ അതിന് വേറെ. അപ്പൊ കൃഷിയുടെ തരത്തിലാണെങ്കിൽ 5%. ഇനി അത് നിധിയാണ് എന്നാണ് കണക്കൂട്ടുന്നതെങ്കിൽ അപ്പൊ 20%. ആയിഷ ചെറിയ കുട്ടിയോ റസൂലുള്ളാഹിന്റെ ഭാര്യയായിരുന്നോ അല്ലയോ? ആയിഷ ചെറിയ കുട്ടി മരിക്കുമ്പോൾ റസൂൽ വഫാത്താവുമ്പോൾ ആയിഷയ്ക്ക് 18 വയസ്സായിട്ടുള്ളൂ. റസൂൽ വഫാത്താവുമ്പോൾ ആയിഷയ്ക്ക് 18 വയസ്സായിട്ടുള്ളൂ. 9ാമത്തെ വയസ്സിലാണ് റസൂലിന്റെ ഒപ്പം താമസിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ ആ ചോദ്യം എന്താ? ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ ഒന്നു മുറിയുമോ? ഉത്തരം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നുള്ളിയിരുന്നു എന്ന് ഭാര്യ ആയിഷ പറയുന്നു. ഇനി ആയിഷ വേണ്ട, ഹഫ്സ പറയുന്നുണ്ട്, ഉമ്മ സലമ ഞങ്ങൾ 2 ഒന്നിച്ച് ജനാബത്ത് വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. മൈമൂന ബീവി പറയുന്നുണ്ട് ഞങ്ങൾ ഒന്നിച്ച് ജനാബത്ത് വിളിച്ചിരുന്നു. എന്നിട്ട് അങ്ങനെ തന്നെ പോയി നബി നിസ്കരിച്ചിരുന്നു. വലം ജത്തബല്ല ഒതു വേറെ എടുത്തിരുന്നില്ല എന്ന് പറയും. ജനാബത്ത് വിളിക്കുമ്പോൾ ഒതു കൊടുത്തിട്ടാണോ വിളിക്കല്? ആണല്ലോ. ഞങ്ങൾ 2 പേരും കൂടി, മൈമൂന ബീവി പറയുന്നത് ഞങ്ങൾ 2 പേരും കൂടി ഒരു ബക്കറ്റ് വെള്ളത്തിൽ നിന്ന് ജനാബത്ത് വിളിച്ചിരുന്നു. ഞങ്ങളുടെ പരസ്പരം കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടാറുണ്ടായിരുന്നു. ഞാനൊരിക്കൽ സങ്കടപ്പെട്ട് പറഞ്ഞ് നബിയെ എൻ്റെ മുടിക്കെട്ട് നനയാൻ പോലും ഈ വെള്ളം തികയിലിട്ടോ, കഴുകാൻ പോലും ഈ വെള്ളം തികയിലിട്ടോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നബി ഒരു ആയിഷ, മൈമൂന ഇരിക്കും വേണം ഈ വെള്ളം കൊണ്ട് തന്നെ കുളിക്കുക, അതുകൊണ്ട് ഒരു കോരൽ വെള്ളം തലയിക്കെട്ടും മുടിക്കെട്ട് അയക്കണ്ട, അതിന് മുകളിൽ കൂടെ ഒഴിച്ചാൽ മതി എന്ന് നബി പറഞ്ഞിരുന്നു. അങ്ങനെ നബി പോയി നിസ്കരിക്കാറുണ്ടായിരുന്നു. വലമയ തവല്ല എന്ന് ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തു. ആയിഷയിൽ ഞാൻ വെറുതെ പറഞ്ഞു മാത്രങ്ങളോ അല്ല കുത്തിത്തിരിപ്പുണ്ടായി വന്നോട്ടെ വെച്ചിട്ട്. അപ്പൊ ആയിഷയ്ക്ക് 9 വയസ്സേ ഉള്ളൂ. അത് ഞാൻ സംഭവിച്ച്. ആയിഷ 9ാമത്തെ വയസ്സിലാണ് എന്ന് വന്നാൽ തന്നെ റസൂലുള്ളാഹിന്റെ ഭാര്യയല്ലേ. ഇനി ചെറിയ പെൺകുട്ടികളെ തൊട്ടാൽ ഒന്നു മുറിയുന്ന അവർക്ക് വാദമുണ്ടോ? തിരിച്ചങ്ങനെ വെച്ചൂടെ? ചെറിയ പെൺകുട്ടികളെ തൊട്ടാൽ ഒന്നു മുറിയില്ല എന്ന് ഇവർക്ക് വാദമുണ്ടോ? അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കും, ആയിഷ പീരീഡ്സ് ആയത് എത്രാമത്തെ കൊല്ലത്തിലാണ്, എത്രാമത്തെ വയസ്സിലാണ് ഞാൻ ചോദിക്കും. അപ്പോൾ ഒരു പറയും 9ാമത്തെ വയസ്സിലാണ്. അപ്പൊ പീരീഡ്സ് ആയ ചെറിയ കുട്ടിയാണെന്ന് 3ാമത്തെ ചോദ്യം ഇത് പറയും. കിതാബ് ഉസ്താദുമാർ മാത്രമൊന്നുമല്ല പഠിച്ചതെന്നും കൂടി അവരോടൊന്ന് പറഞ്ഞു കൊടുക്കാം. ബാക്കിയുള്ളവർ കുറേ ആൾക്കാരൊക്കെ ഇത് കുറേയൊക്കെ വായിച്ചവരുണ്ട്. ഈ കുത്തിത്തിരിപ്പൊക്കെ നമുക്കും സാധിക്കും അല്ലേ? ആയിഷ പറയുന്നുണ്ട് 9ാമത്തെ വയസ്സിലാണ് നബിയും ഞാനും തമ്മിൽ വീട്ടിൽ കൂടിയത്. വീട്ടിൽ കൂടിയതാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായി ശാരീരിക ബന്ധം നടന്നത് 9ാമത്തെ വയസ്സിലാണ്. അതിന്റെ അർത്ഥം അപ്പൊ ഒരാരാണ് ഇത്ര കുട്ടിയാ? നമ്മുടെ കുട്ടികൾ ഇവിടെ 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പീരീഡ്സ് അവിടെ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? എത്ര വയസ്സായി 3ാം ക്ലാസ്സിലേക്ക് 4ാം ക്ലാസ്സിലേക്കൊക്കെ? 8-9 വയസ്സ് ആണോ? എന്താണ് ഷാഫി ഫിഖ് പറയണത്? പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന്റെ ലക്ഷണങ്ങളിൽ ഒന്നെന്താ? എന്താണ് സാർ? പീരീഡ്സ് ആവല്ലേ? അത് ഓർമ്മ പഠിച്ചോനെ പെണ്ണുങ്ങളെ തൊട്ടാ ഒന്നുമുറിയില്ലാതെ ആ മനുഷ്യൻ അദ്ദേഹത്തിന് മഹാപണ്ഡിതരാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിന് 45 വയസ്സുവരെയുള്ള അഭിപ്രായങ്ങളെല്ലാം 45 വയസ്സുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മക്കയിൽ വെച്ച് അദ്ദേഹം നേടിയ അറിവിന്റെ അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങളെല്ലാം ഈജിപ്തിൽ പോയി അവസാനത്തെ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ പഠനം കൊണ്ട് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. ഈജിപ്തിലെ അവസാനത്തെ 5 വർഷത്തെ പഠനത്തിലാണ് അദ്ദേഹം ഇമാം റബിയയുടെ ശിഷ്യനായി അദ്ദേഹം പഠനം നടത്തുമ്പോഴാണ് താൻ കണ്ടത് പലതും ശരിയല്ല, താൻ പഠിച്ചത് പലതും ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത്. ഒറ്റ ഇരിപ്പിൽ 5 വർഷം പഠിക്കാനും എഴുതിയത് തിരുത്തി എഴുതാനുമാണ് അദ്ദേഹം മെനക്കെട്ടത്. ആ ഇരിപ്പിലും എഴുത്തിലും വായനയിലുമാണ് മഹാനവറുകൾക്ക് അസുഖം വന്നതും
അങ്ങനെ തന്നെ മരണപ്പെട്ടതും. ഈ 45 വയസ്സിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ് ജദീദായ കൗൽ. പിടിയോ? അതുവരെയുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ് ഖദീമായ കൗൽ. എഴുതി തീർന്നില്ല, പഠിച്ചു തീർന്നില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മഹാനവറുകൾ ഇതാ സഹൽ ഹദീദു വഹുവ മദ്ഹബി, എവിടെ ഹദീസ് സ്ഥിരപ്പെട്ടു വരുന്നുവോ അതായിരിക്കും എൻ്റെ അഭിപ്രായം എന്ന് നിങ്ങൾ കണക്കാക്കുക. വഅന റാജിഉൻ ഇലൽ ഹദീസി ഫി ഹയാത്തി, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എപ്പോൾ ഹദീസ് ശരിയായി വന്നാലും ഞാൻ അതിലേക്ക് മടങ്ങും. വബഅദ മമാത്തി, ഞാൻ മരിച്ചതിന് ശേഷമാണ് വന്നത് എങ്കിൽ മടങ്ങിയതായിട്ട് നിങ്ങൾ കണക്കൂട്ടുക. ഈ ഹദീസ് 51 സ്ഥലത്ത് ഉദ്ധരിക്കുന്ന ഒരു മഹാനവറുകളുണ്ട്. ഏത്? ഇമാം ഷാഫിയുടെ ഈ ഉദ്ധരണി 51 സ്ഥലങ്ങളിൽ ഉദ്ധരിക്കുന്ന ഒരു മഹാനുണ്ട്. ഷാഫി അത്താനി, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം യഹ്യ ബിൻ ശറഫ് നവവി റഹ്മത്തുള്ളാഹ്. ഈ 51 സ്ഥലം എവിടെ അറിയോ? ഇമാം ഷാഫിയുടെ 51 ഫത്വകൾ തിരുത്തി എഴുതിയ അദ്ദേഹം ആ തിരുത്തി എഴുതുന്നതിന് മുകളിലാണ് ഇത് കൊടുത്തത്. ഇമാം ഷാഫി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇമാം ഷാഫിക്ക് അല്ല പൈസത്. 4 മദ്ഹബിന്റെ ഇമാമുകൾക്കും ഒരു സെന്റിമീറ്റർ പൈസയില്ല. അവരുടെ കാലത്തെ പരിമിതിക്കനുസരിച്ച് കിട്ടിയ അറിവുകൾ പരമാവധി നേടി അതിനനുസരിച്ച് അവർ നിലപാടുകൾ എടുത്തു. ഓരോരുത്തരും പറഞ്ഞു അവസാന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിരിക്കും, ഞങ്ങളുടേതല്ല. ഞങ്ങൾ കിട്ടിയത് വെച്ച് പറഞ്ഞു. അബൂ ഹനീഫ ഇമാമ് കൃത്യമായി പറഞ്ഞു, ഞാൻ ഇന്നൊരു അഭിപ്രായം പറയും, നാളെ ഞാൻ വേറൊരു അഭിപ്രായം പറയും കേട്ടോ. ഇന്നത്തേനെതിരെ നാളെ തെളിവ് കിട്ടിയാൽ ഞാൻ നാളെ ആണ്ട് മാറും. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞൊക്കെ കൂടെ എഴുതിയൊക്കെ അല്ലേ, കേട്ടാൽ മതി എന്ന് വരെ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഈ മദ്ഹബിന്റെ ഇമാമുകളോട് എക്കാലവും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അങ്ങേയറ്റത്തെ ആദരവും അങ്ങേയറ്റത്തെ ബഹുമാനവുമാണ്, അത് നിർബന്ധവുമാണ്. പക്ഷെ അവരുടെ പരിമിതികൾ അവർ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതവർക്കുള്ള അങ്ങേയറ്റത്തെ ഈമാനിൻ്റെയും തഖ്വയുടെയും പരലോക ഭയത്തിൻ്റെയും ലക്ഷണവുമാണ്. പക്ഷെ പിൽക്കാലത്ത് മദ്ഹബ് എന്നത്, പ്രത്യേകിച്ച് ഖലീഫ മഹ്ദിയുടെ കാലത്ത് മദ്ഹബുകൾ തമ്മിൽ യുദ്ധങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മദ്ഹബുകൾ തമ്മിൽ യുദ്ധങ്ങൾ വരെ, കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുന്നി മുജാഹിദുകൾ തമ്മിലല്ല കലാപം. എന്തിനായിരുന്നു കഅബയുടെ 4 ഭാഗത്ത് ഇവർ 4 ജമാഅത്ത് ഒരേ സമയം സംഘടിപ്പിച്ചത്? എന്തുകൊണ്ടായിരുന്നു? ഏതുവരെ? 1929 വരെ ഹറമിന്റെ 4 ഭാഗത്ത് കഅബയുടെ 4 മൂലയിൽ 4 ജമാഅത്ത് നടന്നില്ലേ? അന്ന് വഹാബികളാ ആണോ? ഹനഫികൾക്ക് ഒരു ജമാഅത്ത്, ഒരേ സമയത്ത് 4 ഇമാമത്ത് 4 ജമാഅത്ത്. അത്രക്ക് ശത്രുക്കളായിരുന്നു ഇവർ. എന്നിട്ട് ഇവര് നമ്മളെങ്ങനെ പൊട്ടക്കെറ്റിലെ തവളമാരി, നമ്മളിതൊന്നും അറിയാത്ത ആൾക്കാർ ഓല് എന്ന് പറഞ്ഞാലാണ് വിശ്വസിക്കുന്നത്, നമ്മളെ പറ്റിയിട്ട് അവർ തെറ്റിദ്ധരിച്ചതാ. സത്യം മദ്ഹബിന്റെ ഇമാമിങ്ങളല്ല. അവർ ഓരോരുത്തരും പറഞ്ഞത്, അബൂ ഹനീഫ ഇമാമിനെ കുറിച്ച് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്, അബൂ ഹനീഫ ഇരിക്കുമ്പോൾ വേറൊരു ചോദ്യത്തിന് വേറൊരാളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്നാണ്. അബൂ ഹനീഫയായിട്ട് തിരിച്ചു പറഞ്ഞത്, അതുപോലൊരു മനുഷ്യൻ ഭൂമിയിൽ വേറെ ഇല്ലാണ്. ആരെ കുറിച്ചിട്ട്? മാലിക് ഇമാമിനെ കുറിച്ചിട്ട്. അതുപോലൊരു മനുഷ്യൻ ഭൂമിയിൽ വേറെ ഇല്ല. മാലിക് ഇമാം ഷാഫിന്റെ അടുത്തായിരുന്നു, ഇമാം ഷാഫിയുടെ അടുത്തായിരുന്നു അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ പരിശോധന കൊടുത്തിരുന്നതിനാണ്. ഇമാം ഷാഫി മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് 3 വർഷം മദീനയിൽ. അന്ന് അദ്ദേഹം എഴുതിയിരുന്ന പുസ്തകങ്ങൾ അദ്ദേഹം പരിശോധന കൊടുത്തിരുന്ന ഇമാം ഷാഫി റഹിമഹുള്ളയുടെ അടുത്തായിരുന്നു. ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ അരികിൽ വന്ന അദ്ദേഹത്തിന്റെ കാലിബർ തിരിച്ചറിഞ്ഞപ്പോൾ ഇമാം മാലിക് തന്റെ ഫത്വകളുടെ സദസ്സ് മാറ്റിവെച്ചു. അതാ കുട്ടിയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞുടാ. എന്റെ ഉസ്താദിനോളം വലിയൊരു പണ്ഡിതൻ ലോകത്ത് ഞാൻ വേറെ കണ്ടില്ല എന്ന് ഷാഫി ഇമാം പറഞ്ഞു. ആരെക്കുറിച്ച്? മാലിക്കിനെ കുറിച്ച്. ഇതേ അഭിപ്രായം തന്നെയാണ് അഹ്മദ് ബിൻ ഹംബൽ ഇമാം. അവർ തമ്മിൽ പരസ്പരം അങ്ങേയറ്റത്തെ സ്നേഹവും ആദരവും ബഹുമാനവും. പക്ഷെ അവരുടെ അനുയായികൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ലാതെ പോയതാ. ഈ പൊരിഞ്ഞ അടി അവർ തമ്മിലുണ്ടായതാ. നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ 70% ഷാഫികളാണ്. എന്നാൽ ലോകാടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ 75% ഹനഫികളാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ വാസ്തവം. കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൊന്നുമില്ലല്ലോ. അസ്സലാമു അലൈക്കും. എന്താണ്?
ആര് പറഞ്ഞ്? പറഞ്ഞത് ഞാനാണ്. പറഞ്ഞത് ഞാനാണ്. എന്റെ അഭിപ്രായം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അഭിപ്രായം ഇസ്ലാമിന്റെ അഭിപ്രായം അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മക്ക മസ്ജിദിലെ ഖലീൽ ഇബ്രാഹിം പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ എന്റെ അഭിപ്രായമാണ്, കിതാബിലനുസരിച്ചുള്ളത് ശമ്പളത്തിന്റെ സക്കാത്താണ്, 2.5% കൊടുക്കേണ്ടത്. പക്ഷെ എന്റെ അഭിപ്രായം 95 വയസ്സേ അയാൾ 55 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് പണിയെടുത്തതിന് ഇപ്പോഴും പൈസ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെ പറഞ്ഞാണ്, വെറുതെ വാങ്ങുകയാണ്. അയാൾ ഇന്ന് മരിച്ചാൽ അയാളുടെ ഭാര്യയ്ക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും. ഭാര്യയെ മരിക്കുമ്പോൾ കെട്ടിക്കാത്ത വല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു പണിയെടുക്കാതെ കിട്ടുന്ന മുതലിന് നിധി എന്നാണ് ഞാൻ പറയുക. നിധിയുടെ സക്കാത്ത് 20% എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഞാനാ പറഞ്ഞത്. കിതാബിലുള്ളത് 2.5% ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആരെന്ന് പറയണം, മക്ക മസ്ജിദിലല്ല, ഖലീൽ ഇബ്രാഹിം പള്ളിയിൽ പോയി കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു. ഓക്കെ സാർ, അപ്പൊ അത് ഇസ്ലാമിന്റെ വിധിയല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതിന് 2.5%, അത് ശമ്പളത്തിന് പകരം കിട്ടുന്നതാണ് 2%. രണ്ടാമതൊരു കാഴ്ചപ്പാടുള്ളത് അത് കൃത്യമായ ഇടവേളകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, അതുപോലെ കൃഷി പോലെ. അപ്പൊ കൃഷിയായിട്ടാണ് ശമ്പളത്തെയും പെൻഷനെയും കണക്കൂട്ടേണ്ടത്, 5% വീതം കൊടുക്കണം എന്നീ 2 അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കുള്ളത്. നമ്മ പണ്ഡിതനല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തും പറയാം. പറയുമ്പോൾ തന്നെ അത് എൻ്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിർത്താം. കൊടുക്കൽ ഉറപ്പല്ലേ? ഒരു പവൻ ഇന്ന് എത്രയാണ്? ജക്കാത്ത് കൊടുക്കുന്നവനെ ഖുർആൻ വിശേഷിപ്പിച്ചത് ധനികൻ എന്നാണ്. തുഅഖദു മിൻ അഗ്നിയാഇഹിം എന്ന് പറഞ്ഞു. അവരിലെ സമ്പന്നന്മാരിൽ നിന്ന് താങ്കൾ സക്കാത്തിന്റെ വിഹിതം വാങ്ങണം. സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവരെല്ലാം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ സ്വയം പര്യാപ്തരാണ് എന്നർത്ഥം. പൈസക്കാരെന്നല്ല എന്നർത്ഥം, സ്വയം പര്യാപ്തരാണ്. ഖനിജ് എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തൻ എന്നർത്ഥം. ഏത് ആഭരണാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. സ്വർണ്ണല്ലേ? ആ ആ ആന്ന് 1,75,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ സീർ 4,000 ഉറുപ്പ്യ കൊടുത്താൽ പോരെ? ഒരു തുമ്മൽ തുമ്മിയാൽ ആശുപത്രി പോയാൽ 40,000 കൊടുക്കാൻ ഇവിടെ റെഡിയാണല്ലോ, അല്ലേ? ആ, പഠിച്ചോൻ പറഞ്ഞാൽ കൊടുക്കൂല, ഡോക്ടർ പറഞ്ഞാൽ കൊടുക്കുന്നുള്ളിടത്താണ് ഇപ്പൊ സംഭവം, അല്ലേ? അല്ല പറഞ്ഞാൽ മേലെ ചെന്നിട്ട് അത് പോരാന്ന് പറഞ്ഞാലോ? മിസ്കാത്തി പറഞ്ഞു എന്നിട്ടാണ് ഞങ്ങൾ 10 കൊടുക്കാതിരുന്നത് നിങ്ങൾ പറയില്ലേ? ആർക്കതിന് ഉത്തരവാദിത്തം? എനിക്ക് ഇന്റെ പാപഭാരം തന്നെ ഏറ്റെടുക്കാൻ തൽക്കാലം പഠിച്ചോന് അള്ളാന്റെ റസൂലിനാണ് നമ്മുടെ മതം പറയാൻ അവകാശം കൊടുത്തിട്ടുള്ളത്, സിംസാറിനോ മിസ്കാത്തിക്കോ അല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞത് ഈ ഒരു രൂപത്തിലാണ്. അത് നമ്മൾ ഇപ്പോ ഞാനിവിടെ ജുമയ്ക്ക് കയറിയതിന് തൊട്ട് മുമ്പ് വരെ വന്ന വാർത്തകൾ നമ്മുടെ പണ്ഡിതന്മാർ ഏകദേശമൊക്കെയും ഈ അഭിപ്രായക്കാരാണ്. ഏത്? ആ 1,77,000 എന്ന് പറഞ്ഞാൽ 590 ഗ്രാം വെള്ളിയുടെ വിലയോ അതിന് തുല്യമായ പൈസയോ അതിന് തുല്യമായ സ്വർണവും വെള്ളിയും പൈസയും ഒക്കെ കൂടിയോ ഒരു വർഷമായി സൂക്ഷിപ്പുള്ളവരെല്ലാം അതിൻ്റെ 2.5% കൊടുക്കട്ടെ. അതാണ് ശരിയായ കാഴ്ചപ്പാട് എന്നാണ് പണ്ഡിത ലോകത്തെത്തിയിരിക്കുന്ന നിലപാട്. ഓക്കെ, അത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ് ഞാനിപ്പോഴും അതിൻ്റെ ആളാണ്, ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുമാണ്. ഇനിയിപ്പോൾ അത് കൂട്ടി പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്താ പറയുക? ആരോടോ 10 പവൻ ആവണമെന്ന് പറഞ്ഞ് മിസ്കാത്തി പറഞ്ഞു എന്ന് പറയും. എന്നാൽ ഇതിന് വേണമെന്ന് നിന്നോട് പറയില്ലേ? അതിന് ഏതായാലും നിന്ന് കൊടുക്കാൻ ഞാനില്ല. ഓക്കെ, അവസാനിപ്പിക്കാം.